ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാ ദൈവമേ, ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവ ദൈവമേ, ആത്മാവ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വീണ്ടും പാടാം. ആത്മാവ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കൈയടിച്ച് പാടാം, കൈയടിച്ച്. പെന്തക്കോസ്ത് അനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കോസ്ത് അനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. സ്തുതിച്ചേ സ്തുതിച്ചേ സ്തുതിച്ചേ. ഇരു കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ, ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ, അഭിഷേകത്തോടെ സ്തുതിച്ചേ. ധ്യാനത്തെ 3 ദിവസത്തെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. റിയഥബാഷി ഭീലൂബ റൗന്ധിൻ ഷിഖില മതുഷി ധിരിരിരിരിരി. സ്തുതിച്ചേ സ്തുതിച്ചേ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, നന്ദി, സ്തുതി, ആരാധന ആരാധന ആരാധന. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ സ്തുതി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. എല്ലാ കെട്ടുകൾ അഴിയട്ടെ, എല്ലാ ചങ്ങലകൾ അഴിയട്ടെ, സകല ബന്ധനങ്ങൾ വിട്ടു മാറട്ടെ. സാധാരണ ആധിപത്യങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ വിട്ടു മടക്കട്ടെ. കർത്താവെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികള് യേശു നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടു മാറട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ചങ്ങലകൾ അഴിയട്ടെ. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അഭിഷേകത്താൽ നിറയട്ടെ നിറയട്ടെ. പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണം.
ഇറങ്ങണമേ. പരിശുദ്ധാത്മാവെ ശക്തി ഇറക്കണമേ. ആരാധന ആരാധന ആരാധന. ഓ പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആമേൻ 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 ആമേൻ. യേശുവേ നന്ദി. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആമേൻ 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 ആമേൻ. യേശുവേ നന്ദി 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 സ്തുതി. രണ്ട് കരങ്ങളും ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചു. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കണ്ണുകളടച്ച് തന്നെ ഈ 3 ദിവസത്തെ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ 3 ദിവസത്തെ ധ്യാനത്തിലൂടെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഈ സമയം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. നിങ്ങളുടെ 3 നിയോഗം മനസ്സിൽ ഓർത്തേ. കണ്ണടച്ച് നിങ്ങളുടെ 3 നിയോഗം, നിങ്ങളുടെ ആത്മാവിനെ 3 നിയോഗങ്ങൾ ഈ സമയം മനസ്സിൽ കൊണ്ടുവന്നേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ധ്യാനത്തിലൂടെ നമ്മളിൽ ഇടപെടണം, നമ്മുടെ ആവശ്യത്തിൽ ഇടപെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ 3 സ്പിരിച്വൽ ഇൻറ്റൻഷൻസ് സമർപ്പിക്കാം. ഈശോ തൊടണം, കർത്താവ് അത് ഏറ്റെടുക്കണം. ആ നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. ആഗ്രഹിച്ച് ചോദിക്കുന്നതെല്ലാം സ്വർഗം നമുക്ക് കൽപ്പിച്ച് അനുവദിക്കും. വിശ്വസിച്ച് ചോദിക്കുന്നതെല്ലാം സ്വർഗം നമുക്ക് കൽപ്പിച്ച് അനുവദിക്കും. വിശ്വാസത്തെ നവീകരിക്കാൻ ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ അഭിഷേകത്തിൻ്റെ ഏറിയ പങ്ക് നമുക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ച് ചോദിക്കുന്ന 3 നിയോഗത്തിൻ്റെ മേൽ ഈശോ ഇറങ്ങി വരട്ടെ. നിങ്ങൾ ചോദിച്ചേ 3 നിയോഗം ചോദിക്കാം. ആ 3 നിയോഗത്തെ പ്രതി നിങ്ങൾ വെറുത്തുപേക്ഷിക്കും എന്ന് ഒരുറപ്പ്, നിങ്ങളേതെങ്കിലും പതിവായുള്ള ഏതെങ്കിലും ശീലങ്ങൾ, ഏതെങ്കിലും ദുശീലങ്ങൾ, പാപങ്ങൾ, തഴക്കദോഷങ്ങൾ, കർത്താവെ ഈ ധ്യാനത്തിൽ ഞാനത് ഉപേക്ഷിക്കും, പകരം എൻ്റെ ഈ 3 ആവശ്യത്തിൽ നീ ഇടപെടണം. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ഏതെങ്കിലും ഒരു പാപത്തെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഈ ഒരു ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കാം. അമ്മ പരിശുദ്ധ മറിയം എവിടെയുണ്ടോ അവിടെ പുത്രനുണ്ട്. അതുകൊണ്ട് മാതാവിനെ വിളിച്ച് അപേക്ഷിക്കുന്നിടത്ത്, മാധ്യസ്ഥം തേടുന്നിടത്ത് പുത്രൻ്റെ സാന്നിധ്യമുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ നമുക്കറിയാം, അവിടെ എഴുതി വച്ചിരിക്കുന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ അമ്മ ഉള്ളിടത്ത് യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾക്ക് ഈ സമയവും ഇവിടെ ആയിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവ്, എൻ്റെ ഈ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ അമ്മ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിനോടും അദ്ദേഹത്തിൻ്റെ എല്ലാ നിയോഗങ്ങളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർദിനാളൻ മെത്രാൻ സംഘങ്ങളോടും വൈദിക ശ്രേഷ്ഠരോടും സന്യസ്ത മക്കളോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാട് അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ധ്യാനത്തിലൂടെ ഞങ്ങളിൽ സാത്താനിട്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ചങ്ങലകൾ അഴിയപ്പെടാൻ അവിടെ നിന്ന് ഇടവരുത്തിയിരണമേ. ഈ ധ്യാനം ഞങ്ങൾക്ക് വലിയ മാറ്റത്തിന് കാരണമാവട്ടെ. ഈ ധ്യാനത്തിലൂടെ വലിയൊരു ബോധ്യവും തിരിച്ചറിവും യേശുവേ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ശരീരത്തെ ഭരിക്കുന്ന എല്ലാ രോഗങ്ങളും, ഞങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളും, ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്ന എല്ലാ ആകുലതകളും, ഞങ്ങളുടെ ആത്മാവിനെ ഭരിക്കുന്ന എല്ലാ കെട്ടുപോയ അവസ്ഥകളും അവിടെ നിന്ന് ദൂരീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവ്വീസിന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ മറിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ മരിയ. ആവേ ആവേ കരങ്ങൾ വീശി ആവേ മരിയ. അമ്മയെ ക്ഷണിച്ചേ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ഒരിക്കൽ കൂടെ ആവേ 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 മരിയ. ആവേ 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 മരിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ വലതുകരം ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ പ്രത്യാശയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ധ്യാനിക്കാം, ഈശോയോട് കൂടെ ആയിരിക്കാം. ഈ ദിവസങ്ങളിൽ 2 ദിവസമേ ഉള്ളൂ, കഷ്ടിച്ച് 3 ദിവസം എന്ന് പറയാനേ പറ്റുള്ളൂ. 2 ദിവസം തികച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസം പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടേതായിട്ടുള്ള എല്ലാ അവസ്ഥകളും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കുറവുകളും രോഗങ്ങളും ആകുലതകളും അസ്വസ്ഥതകളെല്ലാം പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോ അറിയാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. ഈശോയ്ക്ക് അസാധ്യമായിട്ടും നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ, അസ്വസ്ഥതകൾ ഒക്കെ നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഏതെങ്കിലും വിശ്വാസക്കുറവ് മൂലമോ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ട് നമ്മളിൽ ഏറ്റുപറയാത്ത ഏതെങ്കിലും പാപത്തിൻ്റെ കെട്ടുകളോ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട ദൈവജനമേ, ചില തടസ്സങ്ങൾ നമ്മളിൽ നിൽക്കും. അപ്പം അങ്ങനെയുള്ള തടസ്സങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ പല തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളെ ഭരിക്കും, പല അസ്വസ്ഥതകൾ നമ്മളെ ഭരിക്കും. നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ നമ്മൾക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അങ്ങനെ വരുന്നിടത്താണ് ഈ വിശ്വാസ നവീകരണം എന്തിനാണെന്നുള്ളതിൻ്റെ ചോദ്യം അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ ദൈവം തരുന്നത്. വിശ്വാസത്തെ നവീകരിക്കണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ടോക്കിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. ഡയറക്റ്റ് ടോക്കിലേക്ക് പ്രവേശിക്കാൻ കൂടുതൽ ഇൻട്രോൻ്റെ ആവശ്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നിങ്ങൾ ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടി പരിചയിച്ചവരാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വാചാലനായിട്ട് കാര്യമില്ല. നമ്മൾ നേരിട്ട് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയമുള്ള ദൈവജനമേ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുന്നതിനുള്ള തടസ്സം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശുശ്രൂഷകരിൽ, വിളിക്കപ്പെട്ടവരിൽ, അൽമായരിൽ, സാധാരണ കുടുംബജീവനം നയിക്കുന്നവരിൽ വ്യത്യസ്ത തലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിലനിൽക്കും, വന്നു ചേരും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് ഏത് തരത്തിൽ, ഏത് തലത്തിൽ നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഈ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ, അത് നമ്മൾക്ക് ഉപയുക്തമാകുന്നില്ലെങ്കിൽ, അതിന് കാരണമായിട്ട് വിശ്വാസത്തിൻ്റെ മേഖലയിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുന്നുവെന്ന് എന്താ പറയുക, നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നുണ്ടെങ്കിൽ പോലും ഈ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും പാപം ചെയ്യത്തില്ല.
വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുന്നുണ്ടെങ്കിൽ വിശ്വാസം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? വിശുദ്ധിയാർന്ന ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് വിശ്വാസം നിലനിൽക്കുന്നത്. അപ്പോൾ വിശ്വാസം നിലനിൽക്കുന്നത് വിശുദ്ധിയാർന്ന ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയായതുകൊണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പാപം ചെയ്യില്ല. പാപം ചെയ്യുന്ന വ്യക്തി ബോധപൂർവം പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഹല്ലേലൂയ. ബോധപൂർവം ചെയ്യുന്ന വ്യക്തി, ബോധപൂർവം പാപം ചെയ്യുന്ന വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കാത്തവനാണ്, വിശ്വസിക്കാത്തവളാണ്. എന്ത് ന്യായീകരണം നിരത്തിയാലും അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ചില പാപത്തിൻ്റെ മേഖലകൾ, ചങ്ങലകൾ നമ്മളിലുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ വിശ്വാസക്കുറവാണ്. ചില പാപത്തിൻ്റെ അവസ്ഥകൾ എന്നിലും നിങ്ങളിലുണ്ടെങ്കിൽ, ചില വിട്ടുമാറാത്ത തഴക്ക ദോഷങ്ങളുണ്ടെങ്കിൽ, ചില രോഗപീഠകൾ പാപം മൂലം വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വിശ്വാസക്കുറവാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ധ്യാനം വെക്കുന്നതിന് മുൻപ്, എനിക്ക് 2 മാസത്തോളമായി തോന്നുന്നു, ഈ ധ്യാനത്തിൻ്റെ പേര് എടുത്ത് പ്രാർത്ഥിക്കുക. ധ്യാനത്തിൻ്റെ പേരെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏത് ധ്യാനമാണ് ഈ വെക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ നോമ്പ് കാലഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട ധ്യാനങ്ങളായിരിക്കും സ്വാഭാവികമായിട്ട് ചിന്തയിൽ വരുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഈശോ നോക്ക് പറഞ്ഞു. കാരണം അതൊത്തിരി കേരളത്തിൽ നടക്കുന്നുണ്ട്. വീണ്ടും ഏതവസ്ഥയിലാണ് കടന്നു വരുന്നത്? അപ്പോൾ ഈ ബാച്ചിനെ ഇതുപോലെ ഈശോ കാണിച്ചു തന്നു. അന്ന് എനിക്ക് കാണിച്ചു തന്നതിൽ 89 പേരാണ് കാണിച്ചു തന്നത്. ഇത് എത്ര പേരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ബാച്ചിനെ കാണിച്ചു തന്നിട്ട് എന്നോട് ഈശോ മെസ്സേജ് തന്നനുസരിച്ചാണ് വിശ്വാസ നവീകരണ ധ്യാനം എന്ന് പേരിട്ടത്. പേരല്ല, ധ്യാനം അത് തന്നെ ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തരുന്ന ധ്യാനമാണ്. നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വന്നവരുണ്ട്, ഇഷ്ടത്തോടെ വന്നവരുണ്ട്, താല്പര്യം കൂടുതലായിട്ട് വന്നവരുണ്ട്, താല്പര്യമില്ലാതെ നിർബന്ധത്തിന് വഴങ്ങി വന്നവരുമുണ്ട്. ഏതവസ്ഥയിലുള്ളവരാണെങ്കിലും നിങ്ങൾ ഈ 2 ദിവസം ഇരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഞാൻ പറഞ്ഞു, വിശ്വാസമുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിന് തെളിവായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന എന്താണെന്നറിയോ? നമ്മൾ പാപം ചെയ്യത്തില്ല പ്രിയപ്പെട്ടവരെ. പാപം ചെയ്യുന്ന വ്യക്തി ഒരിക്കലും വിശ്വാസത്തിലല്ല. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചൊരിക്കലും പാപമില്ല. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണിത്. വിശ്വാസം എന്നുള്ളത് ഏറ്റവും ആദ്യം ബൈബിളിൽ പഠിപ്പിക്കുന്ന വചനഭാഗമാണിത്. കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സകലതിൻ്റെയും മേൽ അധികാരം കൊടുത്തു. ദൈവം മനുഷ്യനെ വിശ്വസിച്ചു. ഹല്ലേലൂയ. എല്ലാ ധ്യാനങ്ങളിലും നമ്മൾ ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ക്ലാസ്സുകളാണ് കേൾക്കുന്നത്. പക്ഷേ ദൈവത്തോട് വിശ്വസ്തത പുലർത്തേണ്ടതിൻ്റെ ആവശ്യം വന്നത് എപ്പോഴാണ്? നമ്മൾ പാപം ചെയ്തപ്പോഴാണ്. അതിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിൽ സകലതിൻ്റെയും മേൽ ദൈവമായ കർത്താവ് മനുഷ്യന് ആധിപത്യം കൊടുത്തു. ആധിപത്യം കൊടുത്ത് എല്ലാ രീതിയിലും അവൻ മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ദൈവമായ കർത്താവ് മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. സ്ത്രീയും പുരുഷനുമായിട്ട് അവിടെ നിന്ന് അവനെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം വിശ്വസിച്ചു. കാരണം മനുഷ്യനിൽ പാപമുണ്ടായിരുന്നില്ല. മനുഷ്യനിൽ പാപമില്ലെങ്കിൽ ദൈവമാണ് മനുഷ്യനെ വിശ്വസിക്കുന്നത്. മനുഷ്യനിൽ പാപം കടന്നു വരുമ്പോഴാണ് ദൈവത്തെ വിശ്വസിക്കേണ്ട ആവശ്യകത മനുഷ്യന് വരുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ പാപമുണ്ടോ ദൈവത്തെ വിശ്വസിക്കേണ്ട ആവശ്യകത നമ്മളിൽ വരും. ഇവിടെ ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനെ വിശ്വസിച്ച് സകലതും മനുഷ്യന് അധീനമാക്കി. ആദിയിലെ മനുഷ്യനെ നിങ്ങൾ എടുത്തു നോക്കിയോ? അവർ ദൈവത്തെ സ്തുതിച്ചിട്ടില്ല, ദൈവത്തെ ആരാധിച്ചിട്ടില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടില്ല. അവർ ജീവിച്ചു, ഇത്രയേ ഉള്ളൂ. അവർ ജീവിച്ചു, സകലത്തിൻ്റെ മേൽ ആധിപത്യം കൊടുത്തു. അപ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് എങ്ങനെയാണ്? ദൈവം അവരിൽ വസിച്ചു. എങ്ങനെ? വിശ്വാസമായി ദൈവം അവരിൽ വസിച്ചു. ദൈവത്തിന് അവരെ വിശ്വാസമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ വിശ്വാസത്തെയാണ് സർപ്പം
തച്ചുടയ്ക്കുന്നതും മനുഷ്യൻ പ്രഥമ പാപത്തിലേക്ക് പോകുന്നതും. ഈ വിശ്വാസത്തെ സർപ്പം തച്ചുടച്ചു. സാത്താൻ കടന്നു വന്നു, തച്ചുടച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, അതിലൂടെ പാപം മനുഷ്യനിലേക്ക് വന്നപ്പോഴാണ് ദൈവമായ കർത്താവിൻ്റെ വിശ്വാസം, മനുഷ്യനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഏറ്റവും ആദ്യം മനുഷ്യന് ദൈവത്തോടല്ല വിശ്വാസം ഉണ്ടായിരുന്നത്, ദൈവത്തിന് മനുഷ്യനോടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നഷ്ടപ്പെടുത്തിയതിൻ്റെ ശേഷമാണ് നമ്മളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മാത്രമാണ്. അതുവരെ മനുഷ്യനിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ ഉള്ള വിശ്വാസമല്ല, ദൈവം എന്ന് പറയുന്ന വിശ്വാസം മനുഷ്യനിൽ ഉണ്ടായിരുന്നതിനെ മനുഷ്യൻ നശിപ്പിച്ചത് പാപം മൂലമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്, പാപം ചെയ്യുന്നുണ്ടെങ്കിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. തെറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ബോധപൂർവം പാപം ചെയ്യുന്നുണ്ടോ, ഉറപ്പിക്കാം നമുക്ക് ദൈവത്തെ വിശ്വാസമില്ല. ഉറപ്പിക്കാം. നമ്മൾ എന്ത് ന്യായീകരണം വെച്ചാലും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഒരു വശത്ത് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ബലി അർപ്പിക്കുന്നുണ്ട്, എന്ത് ന്യായീകരണം വെച്ചാലും ബോധപൂർവം ചെയ്യുന്ന പാപം നമ്മളിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഞാനും നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ ഏറ്റുപറയുന്നതാണ് ഓരോ പാപത്തിലൂടെയും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ട ദൈവജനമേ, ഇൻറ്റൻഷൻസ്, നിയോഗങ്ങൾ പാപം മൂലം മനുഷ്യ ജീവിതത്തിലേക്ക് വരുള്ളൂ. അതല്ലെങ്കിൽ നിയോഗങ്ങൾ വരില്ല, നിയോഗങ്ങൾ വരില്ല. ദൈവത്തിന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക, അതാണ് ദൈവവിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് എന്നിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതിരുന്നാൽ മതി. അതാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിൽ എനിക്കുള്ള വിശ്വാസമല്ല, അതിന് വിലയില്ല, അതിന് വിലയില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് എന്നിലുള്ള വിശ്വാസത്തിന് വാല്യൂ ഉണ്ട്. അത് നഷ്ടപ്പെടുന്നപ്പോഴാണ് ഞാൻ ഒരു പാപത്തിന് കമ്മിറ്റ് ചെയ്യും. എന്നെ തന്നെ ഞാൻ പാപത്തിന് വിട്ടുകൊടുക്കുക. ഞാൻ പാപം ചെയ്യാൻ തീരുമാനമെടുത്തു. ദൈവത്തിന് എന്നിലുള്ള വിശ്വാസത്തെ ഞാൻ ബ്രേക്ക് ചെയ്തു. ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്ക് നിയോഗങ്ങൾ കടന്നു വന്നു. പ്രിയമുള്ള ദൈവജനമേ, ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ്റെ പതനം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന് മനുഷ്യനോടുള്ളതാണ് വിശ്വാസം. ഇത് നഷ്ടപ്പെടുത്തുന്നിടത്താണ് വിശ്വാസം നവീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ദൈവത്തിനോടുള്ള വിശ്വാസം എത്ര നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും? എത്ര നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും? ഈശോ പറഞ്ഞത് എന്താണ്? മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മതി, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മല മാറിപ്പോവും. പ്രിയപ്പെട്ട ദൈവജനമേ, മല മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? മല എന്ന് പറയുന്നത് ബിബ്ലിക്കലി പ്രാർത്ഥനയാണ്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോളം വരുന്ന പ്രാർത്ഥനയുടെ ആവശ്യം വരില്ല എന്നാണ് അതിനർത്ഥം. കടുകുമണിയോളം വിശ്വാസം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ മലയോളം വരുന്ന പ്രാർത്ഥനയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോവും. പകരം നിൻ്റെ വിശ്വാസം നിനക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചു തരും, നേടിത്തരും. മനുഷ്യൻ ജീവിച്ചത് പാപം വരുന്നതിന് മുൻപ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കേണ്ടി വന്നിട്ടില്ല. കാരണം വിശ്വാസമുണ്ടായിരുന്നു അവന്. ദൈവത്തിന് മനുഷ്യനിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ പോലും പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും എല്ലാം കടന്നു വരുന്നത് എവിടെയാണെന്നറിയോ? ദൈവത്തിന് മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കുമ്പോഴാണ്. ഇവനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ മാത്രമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുള്ളൂ. അതല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയെന്ന് പറയരുത്. നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കാര്യം നേടിയെടുത്തെന്നും പറയരുത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഉറക്കം തുടങ്ങിയതുകൊണ്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധിക്യം എന്ന് പറയുന്നത്, വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് എന്ന് പറയേണ്ടത് എങ്ങനെയാണെന്നറിയോ? ദൈവത്തിന് എന്നിലുള്ള വിശ്വാസത്തെയാണ് വർദ്ധിപ്പിക്കേണ്ടത്. എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെ ഒരു പരിധി കഴിഞ്ഞ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. പക്ഷേ ദൈവത്തിന് എന്നിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഞാൻ ഓരോ പാപം ഉപേക്ഷിക്കുമ്പോഴും എനിക്ക് സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ 3 ഇൻറ്റൻഷൻ നേടിയെടുക്കാൻ പതിവായി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാപത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞത്, ദൈവത്തിന് എന്നിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഇതുവരെ ദൈവത്തിന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം എന്താ? ഞാൻ പാപത്തിലാണ്. പക്ഷേ ഞാൻ ഈ പാപത്തെ ഉപേക്ഷിക്കാൻ തുടങ്ങും തോറും ദൈവത്തിന് എന്നിലുള്ള വിശ്വാസം വർദ്ധിക്കും. അതുവഴിയാണ് പലതും ദൈവം എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുവഴി മാത്രമേ പലതും ദൈവം എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര സ്തുതിച്ചാലും ദൈവം അതിൽ മഹത്വപ്പെടണമെങ്കിൽ
അധരം വിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ സ്തുതിക്കുന്ന വ്യക്തിയുടെ ആത്മസ്ഥിതിയെ കർത്താവ് പരിഗണിക്കും. ഇതെല്ലാം നോക്കും. അവിടെ ദൈവത്തിന് നമ്മളോട് ചോദിക്കാനായിട്ടൊന്നും ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം ആഗ്രഹിക്കുന്നത് പാപത്തെ ഉപേക്ഷിക്കാനാണ്. ഈശോ പറഞ്ഞില്ലേ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളോട്, ആരും നിന്നെ വിധിക്കുന്നില്ലേ? ഞാനും വിധിക്കുന്നില്ല, സമാധാനത്തിൽ പോയിക്കോ, സമാധാനത്തിൽ പോയിക്കോ. കാരണം എന്താ? അവളിനി ആ പാപം ചെയ്യില്ലെന്ന് ഈശോയ്ക്ക് ഉറപ്പ് കിട്ടി. അതുകൊണ്ടാണ് പറഞ്ഞത് സമാധാനത്തിൽ പോവുക. സമാധാനത്തിൽ, ക്രിസ്തുവിൽ. സമാധാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ നീ പോവുക എന്നാണ് അവളോട് ഈശോ പറയുന്നത്. സമാധാനത്തിൽ പോവുക, വിശ്വസിക്കുക, അതായത് ക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തുവിന് നിന്നിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഈ ധ്യാനത്തിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. ക്രിസ്തുവിന് നിന്നിൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തെ തിരിച്ചു പിടിക്കണം. അത് തിരിച്ചു പിടിച്ചാൽ മതി, ബാക്കി നിങ്ങളൊന്നും ചോദിക്കേണ്ടി വരില്ല, തനിയെ കിട്ടിക്കോളും. അത് തിരിച്ചു പിടിച്ചാൽ മതി. അതാണ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്. തലമുറകളായിട്ട് ചിലത് വിശ്വാസം നഷ്ടപ്പെടുത്തിയവരുണ്ട്. കർത്താവിന് നമ്മളിലുള്ള വിശ്വാസം എൻ്റെ അപ്പൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ അമ്മ നഷ്ടപ്പെടുത്തിയില്ലെന്ന് നമുക്ക് തോന്നും. കാരണം അവർ ബോധപൂർവം പല പാപവും പതിവായി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നതിൻ്റെ ഫലമായി മക്കൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തെ മാതാപിതാക്കളുടെ വഴിവിട്ട ജീവിതം കൊണ്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വഴിവിട്ട ജീവിതത്തിലൂടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സാത്താനെയും പേടിക്കേണ്ട, അവൻ്റെ ഒരു ആധിപത്യത്തെ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം. ഈ വിശ്വാസം ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ സാധാരണ ഒരു കുടുംബ ദാമ്പത്യ ബന്ധം എടുത്ത് വയ്ക്കോ, മാതാപിതാക്കൾ മക്കൾ ബന്ധം എടുത്ത് വയ്ക്കോ, സഹോദരങ്ങൾ ബന്ധം എടുത്ത് വയ്ക്കോ. പ്രിയപ്പെട്ടവരെ, ഇതിലെല്ലാത്തിലും വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിള്ളൽ വീഴും. ഇതിലെല്ലാത്തിലും പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിള്ളൽ വീഴും. ഇത് തന്നെയാണ് ദൈവത്തിന് മനുഷ്യനോടും. ഇതിത്രയേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിന് എന്നിലുള്ള വിശ്വാസമാണ് കൂട്ടേണ്ടത്. എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെ അല്ല, അത് കൂട്ടാൻ പറ്റില്ല. എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം എന്നും ആ ഗ്രാഫ് എന്നും ഒരേ ലൈനിലേ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. കാരണം അതങ്ങനെയാണ്. ദൈവത്തിന് എന്നിലുള്ള വിശ്വാസത്തിൻ്റെ ഗ്രാഫിന് വേരിയേഷൻസ് ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ പാപമനുസരിച്ച് അത് വേരിയബിളാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റണം. എന്ത് കൊടുക്കാൻ പറ്റണം? പാപരഹിതമായ ജീവിതത്തെ കൊടുക്കാൻ പറ്റണം. ഓരോ ദിവസവും ഓരോ പ്രവൃത്തികളിലൂടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ധ്യാനങ്ങളിൽ പഠിച്ചതാണ്. ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും. അതുകൂടാതെ ഈ ഒരു മാസം കർത്താവ്, ഈ ഒരു പാപം ഞാൻ ചെയ്യുന്നില്ല, ഈ ഒരു മാസം ഈ ഒരു തെറ്റ് ഞാൻ ആവർത്തിക്കില്ല, ഈ ഒരു മാസം കൊണ്ട് ദൈവത്തിന് എന്നിലുള്ള വിശ്വാസത്തെ ഇരട്ടിയാക്കാൻ പറ്റും. നേരെ മറിച്ച് ഈ ഒരു മാസം ഞാൻ ഈ പാപം ചെയ്യുന്നില്ല, എനിക്ക് നിന്നോടുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, നടക്കില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ പറ്റണം. ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ. പലപ്പോഴും ദൈവത്തിന് അങ്ങനെ ഒരാളെ കിട്ടാനില്ല. അതുകൊണ്ട് ദൈവത്തിന് പലതും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അഭിഷേകം നമ്മുടെ കയ്യിൽ തരണമെങ്കിൽ ദൈവത്തിന് ഞാൻ വിശ്വസ്തനായിരിക്കണ്ടേ? അതല്ലെങ്കിൽ ദൈവം അഭിഷേകം തരുമോ? ഒരു അനുഗ്രഹം തരണമെങ്കിൽ ഞാൻ വിശ്വസ്തനായിരിക്കണ്ടേ? വിശ്വാസം ഇല്ലാത്ത ഒരുവൻ്റെ കയ്യിൽ കർത്താവ് എങ്ങനെ അനുഗ്രഹം തരും? ദൈവത്തിന് എന്നെ വിശ്വാസം ഉണ്ടാവണം. എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് പ്രത്യേകിച്ച് മേന്മയില്ല. പക്ഷേ ദൈവത്തിന് എന്നെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിനെ ദൈവം അഭിലഷിക്കുന്നു എന്നർത്ഥം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് എന്നെ വിശ്വാസം ഉണ്ടാവണം. ഇതാണ് വർദ്ധിപ്പിക്കേണ്ടത്. ഈ വിശ്വാസമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഈ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി പരിശുദ്ധ ബലി മുടക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥന മുടക്കുമ്പോൾ, പേഴ്സണൽ പ്രേയേഴ്സ് മുടക്കുമ്പോൾ ഈ വിശ്വാസത്തെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത് കൂടാതെ ഞാൻ ബോധപൂർവം ഒരു പാപം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കറിയാം തെറ്റാണെന്ന്, പക്ഷെ ഞാൻ ഈ പാപത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. ആ രീതിയിൽ സാത്താൻ എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ആ പാപത്തിലൂടെ സാത്താൻ എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും ദൈവത്തിന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. ഒരു പാപം ഞാൻ ചെയ്യുമ്പോൾ അതിനെത്ര തായ് വഴികളുണ്ട് പ്രിയപ്പെട്ടവരെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പാപം ഞാൻ ചെയ്യുമ്പോൾ അതിനെത്ര തായ് വഴികളുണ്ട്. ഞാനൊരിക്കലൊരു ഉദരത്തിൽ ക്യാൻസറായിട്ടൊരു പയ്യൻ വന്നു.
ഉദരത്തിൽ ക്യാൻസറാണ്. അധികം പ്രായമില്ല, 28 വയസ്സ് അത്രയേ ഉള്ളൂ, 28-29 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവൻ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ഇവൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദർ എനിക്ക് ക്യാൻസറാണ്, വൻകുടലിൽ ക്യാൻസറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ പൂജിച്ചത് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, പൂജിച്ചത് കഴിച്ചിട്ട് നീ അത് കുമ്പസാരിച്ചോ? എനിക്കത് കുമ്പസാരിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ ചോദിച്ചു, എന്താ, ഭക്ഷണമല്ലേ, അത് ഭക്ഷണമല്ലേ, എനിക്കത് കുമ്പസാരിച്ച് കഴിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഭക്ഷണമായിട്ടേ ഞാനത് കഴിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഭക്ഷണമായിട്ട് കഴിച്ച വസ്തു വിഷാംശം, ഞാൻ നിനക്ക് കുറച്ച് വിഷം പുരട്ടി ഞാൻ നിനക്ക് കുറച്ച് ഫ്രൂട്ട്സ് തരാം, നീ കഴിക്കുമോ? ഭക്ഷണമായിട്ട് നീ കഴിച്ചാൽ മതി, വിഷമുണ്ടെന്ന് നീ ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴവൻ ചിന്തിക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ പറഞ്ഞു, പരിശുദ്ധ കുർബാന ഒരു വൈദികൻ യേശുവിൻ്റെ തിരുശരീര രക്തമായിട്ട് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് യേശുവിൻ്റെ തിരുശരീര രക്തമായിട്ട് മാറുന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു മോസ്കിലോ ഒരു അമ്പലത്തിലോ പൂജിച്ചതും ഇതുപോലെ തന്നെ അതിലേക്ക് ആ ഒരു നെഗറ്റീവ് സ്പിരിറ്റ് കടന്നു വരും എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. പരിശുദ്ധ കുർബാന നിൻ്റെ ഉദരത്തിലേക്ക് ചെന്നാൽ ദൈവത്തിൻ്റെ മാലാഖമാർ നിന്നിൽ നിന്നുകൊണ്ട് നീ സ്വീകരിച്ച പരിശുദ്ധ കുർബാനയെ ആരാധിക്കാൻ നിന്നിൽ ചാർജ് എടുക്കും. ഇതുപോലെ തന്നെ നീ പൂജിച്ച ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിഗ്രഹത്തിന് അർപ്പിച്ചതാണോ ആ സ്പിരിറ്റിനെ കാക്കുന്ന ഈവിൾ സ്പിരിറ്റ്സ്, ഈവിളല്ല, ഈവിൾ സ്പിരിറ്റ്സ് ഇതിനെ ആരാധിക്കാൻ നിൻ്റെ ഉദരത്തിൽ ചാർജ് എടുക്കും. അത് ചാർജ് എടുക്കുമ്പോൾ നിൻ്റെ ഉദരത്തിൽ വരുന്ന അസ്വസ്ഥതയാണ് ക്യാൻസർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നീ വിശ്വസിച്ചാൽ നിനക്കിതിൽ നിന്ന് മോചനം നേടാനുള്ള പ്രാർത്ഥന വെളിപ്പെടുത്തി തരും പരിശുദ്ധാത്മാവ്. അപ്പോഴാണ് അവൻ ചിന്തിക്കാൻ തുടങ്ങിയത്, ശരിയാണ്, ഞാൻ പൂജിച്ചത് കഴിച്ചാൽ അതിനെ ആരാധിക്കാനുള്ളവരും എൻ്റെ ഉള്ളിൽ ചാർജ് എടുക്കും. ഞാൻ പൂജിച്ചത് അരൂപിയായിട്ട് ഞാൻ അതിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുഷ്ടാരൂപിയെ ആരാധിക്കാനുള്ളവർ എൻ്റെ ഉദരത്തിൽ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉദരത്തിൽ ആ പൂജിച്ച വസ്തുവിനെ അത് അവിടെ ഇരുന്ന് ആരാധിക്കും. അതവിടെ ഇരുന്ന് ആരാധിച്ച് എനിക്ക് രോഗമാക്കി മാറ്റുന്നത് വരെ ഈ ആരാധന തുടരും. ഞാൻ കുംഭസാരത്തിൽ അത് ഏറ്റുപറയുമ്പോൾ ആ ആരാധിക്കുന്ന അരൂപികളാണ് നിർവീര്യമാകുന്നത്. ഹല്ലേലൂയ. എല്ലാ പാപത്തിനു പുറകിലും ഇത്തരത്തിൽ ഞാൻ ചെയ്ത പാപം, ഇപ്പം ഞാൻ വ്യഭിചാരം ചെയ്തു, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യഭിചാര ദുർഭൂതം എന്നിലേക്ക് പ്രവേശിച്ചാൽ ഈ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അരൂപികളാകുന്ന സെക്ഷുവൽ തോട്ട്സ്, അത് ഞാൻ ചെയ്ത വ്യഭിചാരത്തെ എന്നിൽ ആരാധിച്ചുകൊണ്ടിരിക്കും. അതൊരു തവണ ചെയ്താലും 9 തവണ ചെയ്താലും ഒരുപോലെ തന്നെയാണ്, അതെന്നിൽ ആരാധിച്ചുകൊണ്ടിരിക്കും. ഞാൻ മദ്യത്തെ എടുത്തിട്ടുണ്ടെങ്കിലും മദ്യത്തിൻ്റെ ദുരാത്മാക്കൾ എൻ്റെ ഉള്ളിൽ ഈ മദ്യത്തെ ആരാധിക്കും. എൻ്റെ ബാക്കിയുള്ള എനിക്ക് കിട്ടാവുന്ന എല്ലാ ഫ്രീഡം അവിടെ ബ്ലോക്കായി, അവിടെ കംപ്ലീറ്റ്ലി ബ്ലോക്കായി. ഇങ്ങനെ നമ്മളിൽ ബ്ലോക്കായി കിടക്കുന്നതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പാപം ചെയ്താൽ അതിന് 10 വഴികളുണ്ട്. അപ്പോൾ ഞാൻ വ്യഭിചാരം ചെയ്തു, ഞാൻ വ്യഭിചാരം ചെയ്ത് വിജാതീയ സ്ത്രീയോടൊത്താണ്. അപ്പോൾ ഞാൻ 1-ാം പ്രമാണം ലംഘിക്കപ്പെട്ടതിന് ശേഷമാണ് 6-ാം പ്രമാണം ലംഘിച്ചത്. ഈ വ്യഭിചാരം ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടുണ്ട്, ദാമ്പത്യ ഉടമ്പടി ലംഘിച്ചു. അപ്പോൾ വിവാഹം എന്ന് പറയുന്ന കൂദാശയെ ഞാൻ ലംഘിച്ചു. ഇങ്ങനെ ഞാനൊരു പാപം ചെയ്തത് കുംഭസാരത്തിൽ ഏറ്റു പറയുമ്പോൾ അതിൻ്റെ 10 ഡയറക്ഷനിൽ ആ പാപത്തെ ഞാൻ കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ഈ പാപത്തിൽ നിന്ന് നിങ്ങളൊരിക്കലും മോചിപ്പിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ഒരു പാപത്തിലൂടെ 10 തരത്തിൽ ദൈവത്തെ ദ്രോഹിക്കാൻ നമുക്ക് പറ്റും. ഒരു പാപത്തിലൂടെ 10 തരത്തിൽ ദൈവത്തിന് എന്നിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റും, ഒരു പാപത്തിലൂടെ. അങ്ങനെ ഞാൻ ഒരു ദിവസം എത്ര പാപം ചെയ്യുന്നുവോ അത്രയും തവണ ദൈവത്തിന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ തീർത്തും വിശ്വാസമില്ലാത്തവനായിട്ട്, വിശ്വാസവഞ്ചകനായിട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ വരുന്നിടത്താണ് അനുഗ്രഹങ്ങൾക്ക് പകരം അപമാനവും, പ്രിയപ്പെട്ട ദൈവജനമേ, കുടുംബത്തിൽ ഭദ്രതയ്ക്ക് പകരം മറ്റു പല അസ്വസ്ഥതകളും ചാർജെടുക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ദൈവത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്ന് പറയും. വിശ്വാസമുണ്ട്, കാരണം നമ്മൾ കത്തോലിക്കരാ. ദൈവത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസം കൊണ്ട് ഒരു ഉപകാരവുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ശ്വസനനാളം ഇപ്പോൾ ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ശ്വസനനാളത്തിൻ്റെ അസ്വസ്ഥത കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഏത് അസുഖമാണെന്ന് ഈശോ വെളിപ്പെടുത്തുന്നില്ല, ശ്വസനനാളം എന്നേ പറയുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് എന്നിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളത് നഷ്ടപ്പെടുത്താതെ നോക്കിയാൽ മതി. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിന് നമ്മൾക്കറിയാം, ഒരു പള്ളിയും പോകാതെ, ഒരു പ്രാർത്ഥനയുമില്ലാതെ, ഒരു കൂദാശ ജീവിതവുമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ അവർ പാപം ചെയ്യുന്നുണ്ടാവില്ല, മാരക പാപത്തിലേക്ക് അവർ പോകുന്നുണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ കാരണം? അവരിൽ പാപമില്ലാത്തത് കൊണ്ട് തന്നെ ദൈവം വിശ്വാസമായിട്ട് അവരുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, ഒരു ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ പോലും. പക്ഷെ 24 മണിക്കൂറും ദേവാലയത്തിൽ ചെലവഴിക്കുന്നവർ പലപ്പോഴും വിശ്വാസമില്ലാതെയാണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാത്ത വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ 10-1 പോലും ദേവാലയത്തിൽ അനുദിനം കയറിയിറങ്ങുന്ന ഒരു വിശ്വാസിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ദേവാലയത്തിൽ കയറിയിറങ്ങുന്നവൻ സ്വയം അവനെ തന്നെ വിളിക്കുന്ന പേര് വിശ്വാസി എന്നാണ്. ഞാൻ വിശ്വാസിയാണ്, ഞാൻ കത്തോലിക്ക വിശ്വാസിയാണ്, കാരണം ഞാൻ ബലിയർപ്പിക്കുന്നുണ്ട്, ഞാൻ പരിശുദ്ധ കൂദാശകളെല്ലാം ഞാൻ അനുവർത്തിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. വിശ്വാസി എന്ന് സ്വയം അവനെ തന്നെ വിശേഷിപ്പിക്കും. പക്ഷെ അവനൊന്നും അനുഗ്രഹം കിട്ടാത്തതിന് കാരണം എന്താണെന്നറിയോ? അവനെ ദൈവത്തിൽ വിശ്വസിക്കുന്നുള്ളൂ, ദൈവം അവനിൽ വിശ്വസിച്ചിട്ടില്ല. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ദൈവം നിന്നിൽ വിശ്വസിക്കണമെന്നില്ല. കാരണം ഒളിവിലും മറവിലും നീ ചെയ്യുന്ന പാപങ്ങൾ കാണുന്നത് നിന്റെ ദൈവമായ കർത്താവാണ്. ഹല്ലേലൂയ. നീ ഉറക്കെ സ്തുതിക്കുന്നത് നാട്ടുകാരെല്ലാം കാണും, ദൈവവും കാണുന്നുണ്ട്. പക്ഷെ നീ മറവിൽ ചെയ്യുന്ന പല പാപങ്ങളും കാണുന്നവൻ കർത്താവായ ഈശോ മിശിഹ മാത്രമാണ്. അതുകൊണ്ട് നിന്റെ വിശ്വാസത്തെക്കാളുപരി നീ കാണിച്ച വിശ്വാസക്കുറവുണ്ട്. ദൈവത്തിന് നിന്നിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി നീ ചെയ്തത് മൂലം നിന്റെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ നിഷ്പ്രയോജനകരമായിട്ട് മാറിപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് ഈശോ വീണ്ടും വീണ്ടും പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം ദൈവത്തിന് നിന്നിലുള്ള വിശ്വാസത്തെയും വർദ്ധിപ്പിക്കാൻ നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിൽ പറയുന്ന അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ സ്ത്രീ എവിടെ നിന്ന് വന്നു പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഛായയിൽ എവിടെയാണ് സ്ത്രീ ഉള്ളത്? ദൈവത്തിൻ്റെ ഛായയിൽ സ്ത്രീ ഇല്ല. ദൈവത്തിൻ്റെ ഛായയിൽ സ്ത്രീ എന്ന് പറയുന്ന കഥാപാത്രം ഇല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു? നിങ്ങൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ ഛായയിൽ സ്ത്രീത്വമില്ല, എന്നിട്ടും ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ്. ഇതിലെവിടെയാണ് സ്ത്രീത്വം ഉള്ളത്? ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ദൈവത്തിൻ്റെതല്ല, ദൈവമല്ല. ബാക്കിയുള്ളതെല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ദൈവം എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വിശുദ്ധരും മാലാഖമാരും സകലരും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാ, ദൈവങ്ങളല്ല. പക്ഷെ എന്നിട്ടും ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ഛായയിൽ നിന്നെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിൽ സ്ത്രീത്വം കടന്നു വന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ആദ്യത്തെ സൃഷ്ടിച്ചപ്പോൾ അവനിലേക്ക് ദൈവം കൊടുത്ത കൃപയാണ് ഹവ്വ എന്ന് പറയുന്ന അവൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്ന അവൻ്റെ ഈണ. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ചതിൽ ഒന്നിൽ മാത്രമേ ദൈവം അഴിച്ചു പണി ചെയ്തിട്ടുള്ളൂ, അത് മനുഷ്യനിൽ മാത്രം. ബാക്കിയുള്ളതെല്ലാം ദൈവം നല്ലതായി കണ്ടു. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നല്ലതായി ദൈവം കണ്ടില്ല. പകരം പറഞ്ഞത് എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാണ് ദൈവം പറഞ്ഞത്. ബാക്കിയുള്ളതെല്ലാം ദൈവം നല്ലതായി കണ്ടപ്പോൾ മനുഷ്യനെ പറ്റി ദൈവം പറഞ്ഞു, നീ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാ പറഞ്ഞത് മനുഷ്യനെക്കുറിച്ച്. പ്രിയമുള്ള ദൈവജനമേ, ഏകൻ എന്ന് പറയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ലെന്നല്ല പറഞ്ഞത്, ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിന്തിക്കണം. ബൈബിളിലുള്ള, പ്രത്യേകിച്ച് ഉൽപ്പത്തിയിലുള്ള
പല വ്യാഖ്യാനങ്ങളും നമ്മൾ എടുത്തു വായിക്കണം പ്രിയപ്പെട്ടവരെ. അത് ആവർത്തിച്ച് നിങ്ങൾ വായിക്കണം. ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ പൊരുൾ തേടണം നിങ്ങൾ. വെറുതെ വായിച്ചു പോകരുത്. വെറുതെ വായിച്ചു പോയാൽ വചനം ഒരു മാസികയുടെ വില പോലും നമുക്ക് തരില്ല. അതുകൊണ്ട് വചനത്തെ വായിക്കുമ്പോൾ അതിൻ്റെ പൊരുൾ ഗ്രഹിക്കുന്നിടത്ത് വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാനുള്ള കൃപ ചോദിക്കണം. വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാനുള്ള കൃപ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനർത്ഥം ഈ വചനം നിങ്ങളുടെ എല്ലാ അവസ്ഥകളിലേക്കും പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വചനം അധരത്തിൽ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. വായിക്കുന്ന വചനം അധരത്തിലേ ഉള്ളൂ. ധ്യാനിക്കുന്ന വചനം മാത്രമാണ് ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും പ്രവർത്തിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സകലതിനും മേൽ അവിടുന്ന് അവന് അധികാരം നൽകി. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സകലതിനും മേലുള്ള അധികാരത്തിൻ്റെ പേരാണ് വിശ്വാസം. ഇത് ആദവും ഹവ്വയും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല, ആരാധിച്ചിട്ടില്ല, മഹത്വപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും ചെയ്യുന്നതിന് മുൻപേ അവർക്ക് നൽകപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന അധികാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിനാണ് അവരോട് വിശ്വാസം ഉണ്ടായിരുന്നത്, ദൈവത്തോട് അവർക്കല്ല. ദൈവത്തിനാണ് മനുഷ്യനോട് വിശ്വാസം വന്നപ്പോഴാണ് അധികാരം ലഭിച്ചത്, കൊടുത്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 12 ശ്ലീഹന്മാർക്കും ക്രിസ്തു ആദ്യം പരിശുദ്ധാത്മാവിനെ കൊടുത്തില്ല, പകരം അധികാരം കൊടുത്തു. അവൻ പറഞ്ഞു, സകല അശുദ്ധാത്മാക്കളുടെ മേലും രോഗികളുടെ മേലും രോഗത്തിനു മേലും ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കാരണം ദൈവത്തിന്, ക്രിസ്തുവിന് തൻ്റെ ശിഷ്യന്മാരിൽ വിശ്വാസമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവിന് ശിഷ്യരിൽ വിശ്വാസമുണ്ടായിരുന്നപ്പോഴാണ് ക്രിസ്തു അധികാരം കൊടുത്തത്. അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് അഭിഷേകം കൊടുത്തത്. ഹല്ലേലൂയ. 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 ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു തുടങ്ങി. അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം സെഹിയോൻ മാളികയിൽ അവരിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അതിനു മുൻപ് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തില്ല. ക്രിസ്തുവിനോട് കൂടെ നടന്നപ്പോഴും ക്രിസ്തുവിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റിയപ്പോഴും ശിഷ്യന്മാർക്ക് അധികാരം ലഭിച്ചു. ഇതാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മളിലുള്ള പല കാര്യങ്ങളുടെയും മേൽ അധികാരമുണ്ടാകണമെങ്കിൽ ദൈവത്തിന് എന്നിൽ വിശ്വാസം ഉണ്ടാകണം. എൻ്റെ കുടുംബത്തിലുള്ള രോഗങ്ങൾ, എൻ്റെ കുടുംബത്തിലുള്ള കടബാധ്യതകൾ, എന്നെ ഭരിക്കുന്ന പാപങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇതിനുമേൽ എനിക്ക് അധികാരം കിട്ടണം. അതിന് ഈ അധികാരം എനിക്ക് തരണമെങ്കിൽ ദൈവത്തിന് എന്നിൽ ഉണ്ടാകേണ്ടതിൻ്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പ്രസംഗിക്കും. ഹല്ലേലൂയ. 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 ഇന്നത്തെ യാത്രയുടെ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ഉറക്കമാണ്, എല്ലാവരും ഉറങ്ങിക്കോട്ടെന്ന് ഞാനും വിചാരിച്ചു. ഫസ്റ്റ് ടോക്കല്ലേ, പോകുന്ന പോലെ പോട്ടെ. നിങ്ങൾക്ക് കിട്ടാവുന്നത് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. കാരണം ഫസ്റ്റ് ടോക്കിലാണ് ഈ ഒരു മൊത്തം ധ്യാനത്തിൻ്റെ ഇൻട്രഡക്ഷൻ കിടക്കുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പരിശുദ്ധാത്മാ തരുന്നതാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് വചനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് മുൻകൂട്ടി നാളെ എന്തെടുക്കും എന്ന് പറയാനും പറ്റില്ല, ഇപ്പോൾ എന്ത് പറയും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ വായിൽ പരിശുദ്ധാത്മാവ് തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ കേട്ടില്ലെങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാനെടുത്ത ക്ലാസ് എനിക്ക് ഒരു ഓർമ്മയും ഒന്നും ഉണ്ടാവുകയില്ല. ഇപ്പോൾ എടുത്തത് ഇപ്പം തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് നിങ്ങളൊന്നും കൂടി ചോദിച്ചാൽ എനിക്ക് പറയാനും പറ്റില്ല. ഒന്നും കൂടി പറയുമോ ബ്രദറെ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം. കാരണം എനിക്ക് അപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഞാൻ ക്ലാസ് പറയുള്ളൂ. അല്ലാത്തൊന്നും നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാണെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോൾ അത് ബ്രേക്ക് ആ ഫ്ലോ പോവും. പിന്നെ എനിക്ക് ക്ലാസ് ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ ക്ലാസ് മര്യാദക്ക് പോവില്ല. ഹല്ലേലൂയ. 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 എന്നെ കാണാനുള്ള ലക്ഷ്യത്തിൽ ആരും വരണ്ട കേട്ടോ. ഞാൻ ആരും കാണാനൊന്നും പോകുന്നില്ല. നിങ്ങൾ വചനം കേൾക്കാം, വചനം കേട്ടാൽ മതി. വചനം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. എന്നെ കണ്ടിട്ടൊന്നും കിട്ടില്ല. എന്നെ കണ്ടാലെന്താണെന്ന് അറിയാം, എന്നിലുള്ള കൃപയുടെ വിഹിതമേ കിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് നിലനിൽക്കില്ല. വചനത്തിൽ നിന്ന് കിട്ടണം. അത് സ്ഥായിയായിട്ട് നിൽക്കും.
ഏത് ശുശ്രൂഷകനെ കണ്ടാലും ആ ശുശ്രൂഷകനിലുള്ള കൃപയുടെ വിഹിതം നിങ്ങൾക്ക് കൂടിപ്പോയൊരു 3 മാസം, അതിനപ്പുറത്തേക്ക് അതിന് ലൈഫില്ല. ഏത് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കൃപയാണെങ്കിലും 3 മാസത്തിൽ കൂടുതൽ അതിന് ലൈഫില്ല. പക്ഷെ വചനത്തിൽ നിന്ന് കിട്ടുന്ന കൃപയാണെങ്കിൽ അത് ലോങ് ലാസ്റ്റിംഗ് ആണ്, എവർ ലാസ്റ്റിംഗ് ആണ്. ഇറ്റ്സ് ആൻ എവർ ഫിക്സഡ് മാർക്ക് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ അത് എന്നേക്കുമായിട്ട് മാർക്ക് ചെയ്ത് ദൈവം അടിവരയിട്ട് മുദ്ര വെച്ച് ഉറപ്പിച്ച സംഭവം. പിന്നെ അത് മാറ്റം വരില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണാം എന്നുള്ള രീതിയിൽ നിൽക്കരുത്. വചനത്തെ കേൾക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഉണർവോടുകൂടി ഇരിക്കുക. കുറച്ചും കൂടി കഴിയുമ്പോൾ ഞാൻ ചെറിയൊരു ബ്രേക്ക് തരാം. അപ്പോൾ നിങ്ങളൊന്ന് മുഖമൊന്നും കഴുകി ഒന്നും കൂടി വന്നിരിക്കുക. അപ്പോഴത്തേക്കും ക്ഷീണമൊക്കെ മാറും. ശ്രദ്ധയോടെ കേൾക്കണേ. ഹല്ലേലൂയ. സഹിയോൻ മാളികയിൽ ശിഷ്യന്മാരോടുകൂടെ പരിശുദ്ധമ്മയും അമ്മയോടുകൂടെ ശിഷ്യന്മാരും പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്. ആ പരിശുദ്ധാത്മാവ് വരാൻ ദൈവം വാഗ്ദാനം ചെയ്തു. ഞാൻ പോയി കഴിയുമ്പോൾ സഹായകൻ വരും. അതൊരു ഓഫറാണ്. ഞാൻ പോകാതെ, ഞാൻ എന്ന് പറയുന്നത് എന്നിലുള്ള അവസ്ഥയാണ്, അഹമാണ്, അഹങ്കാരമാണ്. ഞാൻ പോകണം. ഞാൻ പോകാതെ പരിശുദ്ധാത്മാവ് വരില്ല. നമ്മളിലെല്ലാം ഉള്ളത് ഞാനാണ്. അല്ലാതെ ക്രിസ്തു സ്വർഗത്തിൽ പോയിട്ട് പരിശുദ്ധാത്മാവ് വരുമെന്നല്ല. ഞാൻ പോയി കഴിയുമ്പോഴേ പരിശുദ്ധാത്മാവ് വരുള്ളൂ. പക്ഷെ ദൈവത്തിന് നിന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അധികാരം കിട്ടും. നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഒരു ഗുണവും ഇല്ല. കാരണം അവൻ തീരുമാനിക്കും ആരാണ് നല്ലതെന്നുള്ളത്. ദൈവത്തെ കൂടുതൽ വിശ്വസിക്കുന്നവരെല്ലാം നല്ലതാണെന്ന് ദൈവം ഒരിക്കലും പറയില്ല. ദൈവത്തിന് ആരെയാണോ വിശ്വാസം അവരാണ് നല്ലത്. ഹല്ലേലൂയ. ദൈവത്തിന് ആരെ വിശ്വാസമുണ്ടോ അവരേ നല്ലതുള്ളൂ. ദൈവത്തെ കൂടുതൽ വിശ്വാസമുള്ളവരൊന്നും നല്ലതെന്ന് ദൈവം പറയുകയുമില്ല. അപ്പോൾ സഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോടുകൂടെ സ്ലേഹന്മാർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് അഭിഷേകം അവരിലേക്ക് അറിഞ്ഞു. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വരുന്നത് 2 ദിവസം മുമ്പ് എത്തിയുള്ളൂ. ഞാൻ വിശുദ്ധാണ് തീർത്ഥാടനം കഴിഞ്ഞ് വന്നതാണ്. മിനിഞ്ഞാന്നാണ് എത്തിയത്. അപ്പോൾ ഈ സഹിയോൻ മാളികയിൽ പോയി പ്രാർത്ഥിച്ചതാ. വലിയ 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 അത്ഭുതം അവിടെ ഈശോ പ്രവർത്തിച്ചതാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് 53 പേരുണ്ടായിരുന്നു. ഞാൻ ലീഡ് ചെയ്തേ. അപ്പോൾ സഹിയോൻ മാളിക ഇന്നിപ്പോൾ അതൊരു മുസ്ലിം മോസ്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുസ്ലിം മോസ്ക് ആണ് ഇപ്പോൾ സഹിയോൻ മാളിക. മുസ്ലിംസിൻ്റെ കയ്യിൽ അവർ നിസ്കരിക്കുന്നവരുടെ നിസ്കാരപ്പള്ളിയാണ്. അപ്പോൾ അത് അവിടെ ചെന്ന് കാലുകുത്തുമ്പോൾ തന്നെ ഒരു വൈബ്രേഷൻ, ഈ പറയുന്ന വചനത്തിൻ്റെ വൈബ്രേഷൻ അവിടെ നിന്ന് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ സർക്കിളായിട്ട് നിന്നിട്ട് ആ മാളികയിൽ അതുവരെ തൊട്ട് മുമ്പ് വരെ വെള്ളിയാഴ്ചയാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. വെള്ളിയാഴ്ച അവിടെ ചെല്ലുമ്പോൾ അവിടെ അവരുടെ നിസ്കാരം കഴിഞ്ഞ് പോയതേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ആ സ്പിരിറ്റ്, ആ ഇസ്ലാം സ്പിരിറ്റിനെ 4 വശവും വിശുദ്ധ മിഖായേലിനെ വിശുദ്ധ കുരിശ് നിർത്തി ബന്ധിച്ചു. ആ സ്പിരിറ്റിനെ ബന്ധിച്ചിട്ട് അവിടെ നിന്ന് സ്തുതിച്ചു. അവിടെ നിന്ന് സ്തുതിച്ച് പൊട്ടിച്ച് പ്രാർത്ഥിച്ച ഇവിടെ ഒരു 53 പേരിൽ ഞാനൊഴികെ സകലത് നിലത്ത് കിടന്നു. അവിടെ സ്തുതിച്ചു. സാക്ഷികളവിടെ ഉണ്ട്, പോയൊരു കൂട്ടത്തിലുള്ളവരുണ്ട്. 53 പേര് റിസീവ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയലും 52 എണ്ണവും താഴെ കിടക്കാം. ആ അഭിഷേകം, അതാണ് അഭിഷേകം. അവിടെ പോയി നേരിട്ട് കിട്ടിയ അഭിഷേകം. അപ്പോൾ ആ അത് അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ ഒരു കെട്ടുകഥയല്ല ബൈബിളെന്ന് പറയുന്നത്. എഴുതി വച്ചിരിക്കുന്നതൊന്നും കെട്ടുകഥയല്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് കിട്ടിയ ഒരു അഭിഷേകമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്നിറങ്ങി എന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്നിറങ്ങി? മാളിക മുറി എന്ന് പറയുന്ന മാളികയിലേക്ക് കയറി ആ മുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ അഭിഷേകമുണ്ട്. രണ്ടാമത് കിട്ടിയതാണ് എലിയ പ്രവാചകൻ്റെ സ്ഥലത്ത് പോയപ്പോൾ കിട്ടിയ അഭിഷേകം. അവിടെ ഇതുപോലെ തന്നെ അനുഭവം ഉണ്ടായിരുന്നു. പ്രിയമുള്ള ദൈവജനമേ, നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ ദൈവത്തിന് തന്നെ വിശ്വാസം ഉണ്ടാകണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് മൺപാത്രത്തിലെ നിധിയാണ്. ദൈവത്തിന് വിശ്വാസമില്ലാത്ത ഒരുത്തൻ്റെ കയ്യിൽ അത് ദൈവം കൊടുക്കില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ദൈവം കൊടുക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. ദൈവത്തിന് വിശ്വാസമുള്ളവർക്ക് ദൈവം കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ദൈവത്തിൽ പണ്ടത്തേക്കാൾ ഇരട്ടി വിശ്വാസമുണ്ടെങ്കിലും നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കില്ല. വിശ്വാസത്തോടൊപ്പം ദൈവത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പാപവും നിന്നിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തത്. പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ എനിക്ക് അയാളെ വിശ്വാസം ഉണ്ടാവണ്ടേ? ഇത് തന്നെയാണ് സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിക്കണമെങ്കിൽ
ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തൃത്വത്തിലെ ആ മൂന്നാമനെ കിട്ടണമെങ്കിൽ തൃത്വത്തിന് എന്നെ വിശ്വാസം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് തൃത്വത്തെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ തൃത്വം പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകില്ല. തൃത്വത്തിന് എന്നെ വിശ്വാസം ഉണ്ടാവണം. നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസത്തെ കൂട്ടാൻ പ്രാർത്ഥിക്കുന്നവരാ. ദൈവത്തിന് എന്നിലുള്ള വിശ്വാസത്തെ കൂട്ടണം. അതാണ് നമ്മുടെ പാപത്തെ ഉപേക്ഷിക്കൽ എന്ന് പറയുന്നത്. ഞാൻ ഓരോ പാപത്തെ ഉപേക്ഷിക്കുമ്പോഴും ഓരോ സാത്താനുമായിട്ടുള്ള എഗ്രിമെൻ്റാണ് ഞാൻ ക്യാൻസൽ ചെയ്യുന്നത്. ഓരോ പാപത്തെ ഞാൻ ഉപേക്ഷിക്കുമ്പോഴും സാത്താനുമായി ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ എഗ്രിമെൻ്റ് ഞാൻ ക്യാൻസൽ ചെയ്യാണ്. ഇത് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ ദൈവത്തിന് എന്നിലുള്ള വിശ്വാസം അധികരിച്ച് വരും. ഈ വിശ്വാസം കൂടി വരുന്നിടത്താണ് കർത്താവ് കൃപ, അഭിഷേകം, ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, വരങ്ങൾ ഒക്കെ ഓരോന്നായിട്ട് ചെയ്യുന്നതും കടബാധ്യത, രോഗങ്ങൾ, കെട്ടുകൾ, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഇതിലെല്ലാം മാറ്റം വരുന്നതും ദൈവത്തിൽ വിശ്വാസം കൂടുമ്പോഴല്ല, ദൈവത്തിന് എന്നിൽ വിശ്വാസം കൂടുമ്പോഴാണ്. ഹല്ലേലൂയ! ദൈവത്തിന് എന്നിൽ വിശ്വാസം കൂട്ടണം. അതിന് ഞാൻ മാറണം. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് എന്നിൽ വിശ്വാസം കൂടില്ല. ഞാൻ അനുതപിച്ചാൽ ദൈവത്തിന് എന്നിൽ വിശ്വാസം കൂടില്ല. കാരണം അനുതപിക്കുന്ന വ്യക്തി വീണ്ടും പാപം ചെയ്തുകൂടുന്നില്ല. പക്ഷേ ഞാൻ പാപത്തെ വെറുത്തുപേക്ഷിക്കുമ്പോൾ, സാത്താനുമായിട്ടുള്ള ഈ എഗ്രിമെൻ്റ് ഞാൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ദൈവത്തിന് എന്നിൽ വിശ്വാസം വരും. ഓരോ എഗ്രിമെൻ്റ് ഞാൻ ക്യാൻസൽ ചെയ്യണം. ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പല പാപങ്ങളും, പല പാപ സാഹചര്യങ്ങളും, പാപപ്രവണതകളും ഇത് എഗ്രിമെൻ്റ് ചെയ്തിരിക്കുക ഞാൻ നിശ്ചിത കാലത്തേക്ക്. ഈ എഗ്രിമെൻ്റ് ഞാൻ ക്യാൻസൽ ചെയ്യാതെ എൻ്റെ തമ്പുരാൻ കർത്താവിന് എന്നിൽ വിശ്വാസം ഉണ്ടാവില്ല. ദൈവത്തിന് എന്നിൽ വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എന്നിൽ വളരില്ല. ദൈവത്തിൻ്റെ കൃപ ദൈവം എനിക്ക് തരില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പല പാപങ്ങളും വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റു പറയുമ്പോൾ ചെയ്ത പാപങ്ങളെ പറയുന്നുള്ളൂ. ഓക്കെ, ചെയ്യാത്ത പാപങ്ങളുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തു വെച്ച പാപങ്ങളുണ്ട്. ഇത് വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്ന പാപം എന്താ? ഞാൻ ദ്രോഹിച്ചു, ഞാൻ ക്ഷമിച്ചില്ല, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ സ്വയംബോധം ചെയ്തു. ഇത് ചെയ്ത പാപങ്ങളാണ്. നേരെ മറിച്ച് ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ ചെയ്യാനിരിക്കുന്ന ഒരു പാപം, പ്ലാൻ ചെയ്തു വെച്ചൊരു പാപം, പക്ഷെ ഞാൻ ആ പാപം ചെയ്തിട്ടില്ല, പ്ലാൻ ചെയ്തു വെച്ചിരിക്കുക. 6 മാസം കഴിയട്ടെ, അവൾ വരും, അവൻ വരും, എനിക്ക് അവളോടൊത്ത് പാപം ചെയ്യണം, എനിക്ക് അവനോടൊത്ത് പാപം ചെയ്യണം. 6 മാസം കഴിയട്ടെ, എൻ്റെ മരുമകൾ വരുന്നുണ്ട്, ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, ശരിയാക്കാം. ഇങ്ങനെ ഒരാളെ ദ്രോഹിക്കാൻ, ഒരു തിന്മ ചെയ്യാൻ ഞാനൊരു നിശ്ചിത കാലത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്യും. ഒരു പാപത്തെ നിശ്ചിത കാലത്തേക്ക് ഞാൻ ഈ പ്ലാൻ ചെയ്ത പാപം എന്നിൽ വസിക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരു 6 മാസത്തെ കണക്ക് പറഞ്ഞതാ, ഇതൊരു 3 വർഷത്തെ കണക്ക്, ഒരു വർഷത്തെ കണക്ക്. ഈ 1 വർഷക്കാലം ഈ സ്പിരിറ്റിൻ്റെ കൺട്രോളിലാണ് നിൻ്റെ മുഴുവൻ ജീവിതവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്തു വെച്ച പാപം, അപ്പോൾ ഈ ഒരാഴ്ച കംപ്ലീറ്റ് ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനകളൊന്നും സ്വർഗം സ്വീകരിക്കില്ല. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവും പാസ്സാവില്ല. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ലോണും എനിക്ക് പാസ്സാവില്ല. എൻ്റെ കുടുംബത്തിൽ ഒരു നന്മയും ഈ ഒരാഴ്ച കാലത്തേക്ക് വരില്ല. കാരണം എന്താ? ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച കാലം അത്രയും എന്തിനോട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചുവോ ആ അതോറിറ്റി ആയിരിക്കും എന്നെ ഭരിക്കുന്നത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇത് ഞാൻ ചെയ്യാത്ത പാപമായതുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റു പറയുകയുമില്ല. ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് എന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. കാരണം അവൻ നിൻ്റെ മനസ്സ് കാണുന്നവനാണ്. ഇത് മറ്റാൾക്കും എന്നിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല, മെസ്സേജിൽ പോലും കിട്ടില്ല. പരിശുദ്ധാത്മാവിന് സന്ദേശം എടുക്കുമ്പോൾ പോലും ഇത് വെളിപ്പെട്ട് കിട്ടില്ല. കാരണം എന്താ? പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അവൻ്റെ ഉള്ളിലിരിക്കുന്നത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം. പക്ഷേ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയേറിയതാണ്. ആ കണ്ണിൽ പെടാതെ ഒന്നും പോവില്ല. അങ്ങനെ വരുമ്പോൾ നിൻ്റെ ഇത്രയും നാളത്തേക്കുള്ള നിൻ്റെ മൊത്തം അവസ്ഥകളും സാത്താന് നീ തീരെഴുതി കൊടുത്തിരിക്കുക. അവനിഷ്ടമുള്ള പോലെ നിന്നെ കൊണ്ടുപോകാം. കാരണം നീ ഇത്ര നാളത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഒരു പാപത്തേക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാളത്തേക്ക് നീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അത് എത്ര ദിവസം കഴിഞ്ഞാണോ അത്രയും ദിവസം നിൻ്റെ അതോറിറ്റി ആ സാത്താനുള്ളതാണ്. ദൈവത്തിന് നിൻ്റെ മേൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ? നമുക്ക് ഇരിക്കാൻ പറ്റില്ല തമ്പുരാൻ്റെ മുമ്പിൽ, ഏറ്റുവിരികുള്ളൂ.
ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ റെസ്റ്റ്ലെസ് ആയിരിക്കും, നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു കൊന്ത ചെല്ലാനെടുക്കും, കംപ്ലീറ്റ് ചെയ്യില്ല, ഇട്ടിട്ടോടും. വചനം വായിക്കാൻ ബൈബിൾ എടുക്കും, വായിക്കില്ല, ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യില്ല. അശ്രദ്ധ വരും, ഉറക്കം വരും, ക്ഷീണം വരും. കാരണം എന്താ? നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാപം നിങ്ങൾ റൂൾ ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടം അത്രയും. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. പാപം ചെയ്താൽ ആകുന്നതല്ല പാപം. പാപത്തെ പ്ലാൻ ചെയ്താൽ അത് പാപമായിട്ട് നിന്നിൽ വസിച്ചു തുടങ്ങും. മറക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവവുമായിട്ട് നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിൽ ഏർപ്പെടണം. നമ്മൾ ചെയ്യേണ്ടത് അതാണ്. കർത്താവേ, 33 ദിവസത്തേക്ക് ഞാൻ ഈ പാപം ചെയ്യുന്നില്ല, ഞാൻ ഈ പ്രാർത്ഥന ചെയ്യാം. ഈ 33 ദിവസം ദൈവത്തിൻ്റെ മാലാഖമാർക്കാണ് എൻ്റെ അതോറിറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈശോയോട് അങ്ങനെ പറഞ്ഞു. ഇപ്പം ഞാൻ എടുത്തിരിക്കുക 1.5 വർഷത്തേക്ക് ഞാൻ ഉപവാസം എടുത്തിരിക്കുക. ജാനുവരി 1 തൊട്ട് 1.5 വർഷത്തേക്ക് രാത്രി മാത്രം ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഫുഡും സ്കിപ്പ് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് ഫുഡ് സ്കിപ്പ് ചെയ്ത് ഇപ്പോൾ ഞാൻ വീണു പോകും. കാരണം രാത്രി ഉറക്കമില്ല, പകൽ ഫാസ്റ്റിംഗ് ആണ്. ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരം നിൽക്കില്ല. അങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവൻ നിലനിർത്തേണ്ടത് അവൻ്റെ ആവശ്യമാണ്. അവൻ്റെ മാലാഖമാർ എനിക്ക് വേണ്ടി ചാർജ് എടുത്തേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ദൈവം നിർബന്ധിക്കപ്പെടും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇതാണ് ദൈവവുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്. ഹല്ലേലൂയ. നിങ്ങളതൊന്നും എടുക്കില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ വല്ല ട്രിപ്പിട്ട് കിടക്കേണ്ടി വരും. നിങ്ങളെടുക്കട്ടെ, പറ്റില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഈ 1.5 വർഷത്തേക്ക് എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവൻ ഏറ്റെടുക്കണം. കാരണം അവൻ്റെ വചനം ഞാൻ പ്രസംഗിക്കുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ 1.5 വർഷത്തേക്ക് എൻ്റെ പാപത്തിൽ വീഴാതെ, എനിക്ക് അസുഖം വരാതെ, എൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ വരാതെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എൻ്റെ കർത്താവിന്. ഇത് ദൈവത്തെ ട്രാപ്പിലാക്കുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. നമ്മൾ ഉപവസിച്ചാൽ അവന് ലാഭമൊന്നുമില്ല, നമ്മൾ ഉപവസിച്ചാൽ നമുക്കാ ലാഭം. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവം എൻ്റെ വരുതിക്ക് വരും. ദൈവത്തെ എൻ്റെ വരുതിക്ക് ഞാൻ കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ഞാൻ എൻ്റെ ശരീരത്തിൽ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളൊരു ലോങ് ലീസ്, നിങ്ങളുടെ ശരീരത്തെ ഒരു ലോങ് ലീസിന് ദൈവത്തിന് കൊടുക്കുക. പണയം വയ്ക്കുക ദൈവത്തിന്. ഇത്ര മാസത്തേക്ക് ഞാൻ പണയം വെക്കുക. പണയ വസ്തുവായിട്ട് എൻ്റെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ, ഹൃദയത്തെ ദൈവമേ നിനക്ക് തരിക. ദൈവത്തിന് പണയം വെച്ചാൽ, നിങ്ങൾക്ക് പണയ വസ്തു നിങ്ങൾ ഈട് വെച്ചാൽ, ഈട് വയ്ക്കുന്ന വസ്തുവിന് പകരം നിങ്ങൾക്കൊരു മുതൽ കിട്ടും. അത് നിങ്ങൾക്ക് ചോദിക്കാം. അതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈനംദിന ആവശ്യങ്ങളോ ആത്മാവിൻ്റെ കൃപകളോ ഈട് വയ്ക്കാതെ ചോദിക്കരുത്, കിട്ടില്ല. കർത്താവ് ഈട് ചോദിക്കും. എന്ത് തരണമെങ്കിലും ഈട് ചോദിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പണ്ട് കാരണവന്മാർ മക്കളെ ഓഫർ ചെയ്യും. എൻ്റെ മകനെ അച്ഛനാക്കിക്കൊള്ളാം, എൻ്റെ മകളെ കന്യാസ്ത്രീയാക്കിക്കൊള്ളാം. ഈട് കൊടുക്കുകയാണ്. ഒരു ലോങ് ലീസാണത് ഇരിക്കുന്ന കണ്ടോ. ഈട് കൊടുത്തതാ, ഈട് കൊടുത്തതാ. ചെറിയ വിലയല്ല ഇത്, ചെറിയ വിലയല്ല. നിങ്ങൾക്കറിയില്ല ആ വേഷത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദുരിതം എന്താണെന്നുള്ളത്. എനിക്കറിയാം, ഞാനവരെ ധ്യാനിപ്പിക്കുന്ന. അപ്പോൾ ഈട് കൊടുക്കുക, ദൈവത്തിന് ഈട് കൊടുക്കുക. ദൈവത്തിന് ഈട് കൊടുക്കുമ്പോൾ ദൈവം നിർബന്ധിക്കപ്പെടും. എന്തിന്? ഇത് വെച്ചിട്ട്, ഈ വേഷം വെച്ചിട്ട് ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ വേഷം വെച്ചിട്ട് കർത്താവ് ഞാൻ പൂർണ്ണമായിട്ട് നിനക്ക് സമർപ്പിക്കപ്പെട്ടതാണ്, എനിക്കിത് കിട്ടണം എന്ന് ഇവർ ആത്മാർത്ഥമായിട്ട് വിശുദ്ധിയിൽ ചോദിച്ചാൽ അവർക്കത് കിട്ടും. നമുക്കങ്ങനെ ചോദിക്കാനൊന്നുമില്ല, പാപം മാത്രമേ ഉള്ളൂ. ഓക്കെ, പാപം ഇവരിലും ഉണ്ട്, നമ്മളിലും ഉണ്ട്. പക്ഷേ നമ്മളിൽ പാപം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമേ ഉള്ളപ്പോൾ ദൈവത്തിൽ നിന്ന് ഈട് കൊടുക്കാനായിട്ട് എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക്? എൻ്റെ ആത്മാവിൻ്റെ ദൈവം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സമർപ്പിക്കപ്പെടില്ല. കാരണം അത് പാപപങ്കിലമാണ്. ഞാൻ പാപം ചെയ്ത് എൻ്റെ ആത്മാവിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ഈശോയ്ക്ക് സമർപ്പിച്ചാൽ അത് സ്വീകരിക്കില്ല. അത് ഊനമറ്റ കുഞ്ഞാടല്ല. ക്രിസ്തുവിനെ അങ്ങനെ സമർപ്പിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ആത്മാവ് പിതാവെ അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നത്. അത് ക്രിസ്തുവിനെ പറ്റുള്ളൂ, മനുഷ്യന് പറ്റില്ല. നമുക്കങ്ങനെ സമർപ്പിക്കാൻ പറ്റുന്നത് എന്താ? എൻ്റെ ഉറക്കത്തെ സമർപ്പിക്കാൻ പറ്റും. കർത്താവെ, ഞാൻ ഇന്ന് ഉറങ്ങുന്നില്ല, എൻ്റെ ഉറക്കത്തെ ഞാൻ നിനക്ക് പണയം വെക്കുക, ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. പകരം കർത്താവ്, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, എൻ്റെ വിശപ്പിനെ ഞാൻ നിനക്ക് പണയം വെക്കുക. പകരം അങ്ങനെ ഞാൻ വെച്ചു, പണയം വെച്ചു. 1.5 വർഷത്തേക്ക് കർത്താവിൻ്റെ ശരീരത്തെ പണയം വെച്ചു. അങ്ങനെ പണയം വെച്ച് കഴിയുമ്പോൾ ഈ 1.5 വർഷത്തിനുള്ളിൽ എനിക്ക് എന്ത് ചോദിക്കുന്നുവോ എൻ്റെ അപ്പൻ എനിക്കത് തന്നേ പറ്റുള്ളൂ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന് എന്നിൽ വിശ്വാസം വർദ്ധിക്കും. എന്നിലല്ല, മീൻസ് അങ്ങനെ ചെയ്യുന്നവരിൽ വിശ്വാസം വർദ്ധിച്ചേ പറ്റുള്ളൂ. അതാണ് ദൈവവിശ്വാസം. ദൈവത്തിൽ എനിക്കുള്ള വിശ്വാസം മാനുഷികതയിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിലനിൽക്കില്ല. പക്ഷെ ദൈവത്തിന് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവീകതയിൽ എന്നോട് കാണിക്കുന്ന വിശ്വാസമാണ്. അത് സായ, അത് എക്കാലത്തേക്കുള്ളതാണ്. അത് നേടിയെടുക്കണം പ്രിയപ്പെട്ടവരെ, അത് നേടിയെടുക്കണം. അത് നേടിയെടുക്കാനാണ് ഈ ധ്യാനം സ്വർഗം നിങ്ങൾക്ക് ഒരുക്കിയത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം അവർക്ക് ആധിപത്യം നൽകി. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നതായി ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സ്പിരിച്വലി ദൈവം മനുഷ്യന് ജന്മം കൊടുത്തതാണ് ഇപ്പം നമ്മൾ വായിച്ചത്. സ്പിരിച്വലി ദൈവം മനുഷ്യന് ജന്മം കൊടുത്തു. ഫിസിക്കലി ജന്മം കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് അടുത്ത 2-ാമത്തെ അധ്യായത്തിലാണ് ഫിസിക്കലി ജന്മം കൊടുക്കുന്നത്. സ്പിരിച്വലി ജന്മം കൊടുത്ത മനുഷ്യനാണ് അതോറിറ്റി കൊടുത്തത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഈശോ എങ്ങോട്ടാ കൊണ്ടുപോകണേ എന്നുള്ളത്. സ്പിരിച്വലി ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യന് ജന്മം കൊടുത്തിട്ട് കർത്താവ് അവന് അതോറിറ്റി കൊടുത്താണ് ഇത്രയും. അതായത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 29 മുതലുള്ള തിരുവചനം ഏതാണ്ട് 31 വരെ സ്പിരിച്വലി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഫിസിക്കലി അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ആദ്യം ദൈവം സൃഷ്ടിച്ചത് എന്താണ്? ഛായയും സാദൃശ്യവുമാണ് മനുഷ്യൻ്റേത് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമായ മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. അതിനാണ് ദൈവം അധികാരം കൊടുത്തത്. സകലതിൻ്റെ മേൽ അധികാരം കൊടുത്തു. സകലതിൻ്റെ മേൽ അധികാരം കൊടുത്തു. എന്നിട്ടാണ് 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, വീണ്ടും നമ്മൾ 2-ാമത്തെ അധ്യായം നിങ്ങളെടുത്തേ, ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യം. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടെ നിന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇനി നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞെങ്കിലും സൃഷ്ടിച്ചിട്ടില്ല എന്ന് 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. കാരണം മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഉണ്ടായത് എന്താണ്? ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാകുന്ന സ്പിരിച്വൽ ബോഡിക്കാണ് കർത്താവ് 6-ാമത്തെ ദിവസം സൃഷ്ടികർമ്മം നടത്തിയത്. ദൈവമായ കർത്താവ് മനുഷ്യൻ്റെ സ്പിരിച്വൽ ബോഡി ഫോം ചെയ്തത് 6-ാം ദിവസമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ പ്രകാരം എഴുതി വച്ചിരിക്കുന്നു, അങ്ങനെ ദൈവം ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടെ നിന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. മനുഷ്യൻ്റെ ഉൽപ്പത്തി ചരിത്രം എന്ന് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഉൽപ്പത്തി ചരിത്രം എന്ന് പറഞ്ഞിട്ടില്ല, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രമാണിത്. 6 ദിവസം. പക്ഷേ 6 ദിവസത്തിനുള്ളിൽ കർത്താവ് പ്ലാൻ ചെയ്തു.
എന്ത്? ഇനി തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനുണ്ടാകും. സ്പിരിച്വൽ ബോഡി അവൻ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി എന്നുവരെ അവൻ പറഞ്ഞു. സ്പിരിച്വൽ ബോഡിക്ക് 2 തലം കൊടുത്തു, സ്ത്രീയും പുരുഷനും. ഇങ്ങനെ 2 തലം കൊടുത്ത് കർത്താവ് സ്പിരിച്വൽ ബോഡിയെ സൃഷ്ടിച്ചു. എന്നിട്ടാണ് 2-ാമത്തെ ദിവസം പറയുന്നു, മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരമാണ്, ആത്മാവല്ല. ഹല്ലേലൂയ. ആത്മാവ് ദൈവമാണ്. നമ്മളിലുള്ള ആത്മാവ് ദൈവമാണ്, ദൈവത്വമാണ്. ദൈവം തന്നെ ഫോം ചെയ്തു ലോകത്തിൽ. ദൈവമായ കർത്താവ് തന്നെ ലോകത്തിൽ ഫോം ചെയ്തു. ശരീരത്തെ ഫോം ചെയ്തിട്ടില്ല. ശരീരം മനുഷ്യനാണ്. ശരീരം മനുഷ്യനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ മനുഷ്യൻ ഫിസിക്കൽ ബോഡി ഏകനായിരിക്കുന്നത് നന്നല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫിസിക്കൽ ബോഡി ഏകനാണെങ്കിൽ പാപം വർദ്ധിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് തന്നെ ഈശോ, ദൈവമായ കർത്താവ്, പിതാവായ ദൈവം, അബ്ബ, മനുഷ്യന് രൂപം കൊടുത്തത്, സ്പിരിച്വലി രൂപം കൊടുത്തതിന് ശേഷം 2-ാമതാണ് കർത്താവ് അവനെ 7-ാമത്തെ ദിവസത്തിലേക്ക് അവൻ്റെ ഫിസിക്കലി ഉള്ള ശരീരത്തിന് ഫോം ചെയ്യുന്നത്. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. 6 ദിവസം അടുപ്പിച്ചല്ല ഉണ്ടായിരുന്നത് എന്നൊരു പഠനം സഭയിലുണ്ട്. ഇന്നിത്, നാളെ ഇത്, മറ്റന്നാളിത്, അങ്ങനെയല്ല സൃഷ്ടികർമ്മം. 1-ാം ദിവസം കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകളുടെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് 2-ാം ദിവസം. 2-ാം ദിവസം കഴിഞ്ഞ് എത്രയോ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടാണ് 3-ാം ദിവസം. അങ്ങനെ ഒരു പഠനം സഭയിലുണ്ട്. തൊട്ടടുത്തടുത്ത ദിവസങ്ങളിലല്ല 1, 2, 3 ദിവസങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദൈവമായ കർത്താവ് മനുഷ്യൻ്റെ സ്പിരിച്വൽ ബോഡിക്ക് ഫോം ചെയ്തതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും അവന് ഫിസിക്കലി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഷേപ്പിലേക്ക് ആ സ്പിരിച്വൽ ബോഡിയെ കർത്താവ് ഇംപ്ലാന്റ് ചെയ്തത്? നമ്മൾ ചിന്തിക്കണം. ഫിസിക്കൽ ബോഡിയിലേക്ക് ദൈവത്തെ ദൈവം ഇംപ്ലാന്റ് ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവൻ ഉള്ളവനായി തീർന്നു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലങ്സിൻ്റെ ഒരു അസ്വസ്ഥത, ശ്വാസതടസ്സത്തിൻ്റെ ഒരു അസ്വസ്ഥത ഒരു മകളിൽ നിന്ന് ഈശോ എടുത്തു മാറ്റുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാമത്തെ ദിവസം, അതായത് 7-ാമത്തെ ദിവസം, കർത്താവായ ദൈവം വീണ്ടും പറയുന്നു, ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, കൃഷി ചെയ്യാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ ഒരു മൂടൽ മഞ്ഞ് ഉയർന്നു, ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഞാനതാണ് നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. വിശ്വാസം, ദൈവം ആദ്യം ഫോം ചെയ്തത് വിശ്വാസം എന്ന് പറയുന്ന സ്പിരിച്വൽ ബോഡിയാണ്. ദൈവം ആദ്യം ഫോം ചെയ്തത് മനുഷ്യനിൽ വിശ്വാസം എന്ന് പറയുന്ന സ്പിരിച്വൽ ബോഡിയാണ്. പാപത്തെ അതിജീവിക്കാനുള്ള ശക്തിയാണ് ദൈവം ആദ്യം ഫോം ചെയ്യുന്നത് മനുഷ്യനിൽ. എന്നിട്ടാണ് ഫിസിക്കൽ ബോഡിയിലേക്ക് അതിനെ എടുത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നത്. എന്നിട്ടാണ്, അതിനു മുൻപല്ല. അപ്പോൾ ആദ്യമേ ദൈവം സ്പിരിച്വൽ ബോഡി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ ഒരു വ്യക്തിയിൽ, ഓരോ വ്യക്തിയിൽ, നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അതിനെ ഫോം ചെയ്തു. അതിനെ ഫോം ചെയ്തതിന് ശേഷം അതിനെ എവിടെയെങ്കിലും നിവേശിപ്പിക്കണം. അതിന് ദൈവം കണ്ടുപിടിച്ചതാണ് മനുഷ്യനെ. ആത്മശരീരം, ആത്മാവും അതിൻ്റെ എല്ലാ അവസ്ഥകളും നിവേശിപ്പിക്കാൻ ഫിസിക്കൽ ബോഡി ആവശ്യമുണ്ട് ദൈവത്തിന്. അതിന് ദൈവം മണ്ണിൽ നിന്ന് മഴ പെയ്ച്ചതിന് ശേഷമാണ് കർത്താവ് മണ്ണിൽ നിന്ന് പൂഴി കൊണ്ട്
ചെളി ഉണ്ടാക്കി അതിലൂടെ മനുഷ്യന് ഫോമേഷൻ ചെയ്യുന്നത്. കർത്താവ് അവനെ ഒരു രൂപമാക്കി മാറ്റി. അപ്പോഴും സ്ത്രീക്ക് രൂപം കൊടുത്തില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒറ്റ രൂപത്തിൽ കർത്താവ് 2 തലങ്ങളെയും ഇംപ്ലാന്റ് ചെയ്തു. പുരുഷനെയും, അതായത് സ്ത്രീത്വത്തെയും പൗരുഷത്തെയും ഒറ്റ ശരീരത്തിലേക്ക് കർത്താവ് ഇംപ്ലാന്റ് ചെയ്തു. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇംപ്ലാന്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ മരണശേഷം നമ്മുടെ ശരീരം മണ്ണിലേക്ക് പോകണം, മണ്ണിലേക്ക് തന്നെ പോകണം. ഇപ്പോൾ കോൺക്രീറ്റിലേക്കാണ് പോകണത്. ഇപ്പം മണ്ണിലേക്കല്ല പോകുന്നത്, കോൺക്രീറ്റിലേക്കാണ് പോണത്. നമ്മുടെ കൊറോണയുടെ സമയത്ത് അത് തീയിലേക്കൊക്കെ പോയി, അങ്ങനെ പല രീതിയിൽ പോയി. പക്ഷെ മണ്ണിലേക്ക് പോകണം. മണ്ണിലോട്ട് പോയാലാണ് ആത്മാവ് ദൈവത്തിലേക്ക് പോകുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം സെപ്പറേറ്റ് ആവണം. ദൈവം സൃഷ്ടിച്ച സ്പിരിച്വൽ ബോഡിയെ കർത്താവ് ഭൂമിയിൽ വിടില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ, അത് ഈശോയെ പറ്റി മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, എന്നെയും നിങ്ങളെയും കൂടി പറ്റിയാണ് അത് പറയുന്നത്. നമ്മളത് വിചാരിക്കുന്നത് ഈശോ മാത്രമെന്നാണ്. നോ, അത് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കില്ല, ശരീരമേ ജീർണിക്കുള്ളൂ. അവിടുത്തെ പരിശുദ്ധൻ നമ്മുടെ ഉള്ളിലുണ്ടത്. ക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ്റെ ശരീരവും ആത്മാവും രണ്ടും സ്പിരിച്വലിയാണ്. ഒരേ സമയം അവൻ ദൈവവും ഒരേ സമയം മനുഷ്യനുമാണെങ്കിലും അവൻ്റെ ശരീരവും അവൻ്റെ ആത്മാവും രണ്ടും സ്പിരിച്വലാണ്. രണ്ടിലും പാപമില്ല. അതുകൊണ്ട് രണ്ടും ജീർണിക്കത്തില്ല. എന്നെയും നിങ്ങളെ സംബന്ധിച്ച് ഉള്ളിലുള്ളതേ ഉള്ളൂ പരിശുദ്ധമായത്, പുറമേ ഉള്ളത് പരിശുദ്ധമല്ല. കാരണം ശരീരത്തെ മണ്ണിൽ നിന്ന് കർത്താവ് സൃഷ്ടിച്ചു. എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എന്ന് പറയുന്ന 2 മണ്ണിൽ നിന്ന് കർത്താവ് എന്നെ അമ്മയുടെ ഉദരത്തിൽ ചെളി കുഴച്ച് ഫോം ചെയ്ത് അമ്മയുടെ ഗർഭപാത്രത്തിനകത്തേക്ക് എന്നെ നിക്ഷേപിച്ചു. അവിടെ നിന്ന് ഞാൻ ശരീരത്തെ സ്വീകരിച്ചെങ്കിലും സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വന്ന അമ്മയുടെ ഉദരത്തിലേക്ക്. ഒരമ്മ എന്ന് പറയുന്നത് ഒരു സ്ഥാനം മാത്രമല്ല, കർത്താവിൻ്റെ ഇതുപോലെ മണ്ണിൽ കുഴച്ചുണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഗർഭപാത്രം കുരുതിക്കളമായാൽ ആ പാപവും കർത്താവ് ക്ഷമിക്കില്ല. അബോഷൻ ക്ഷമിക്കാത്തതുകൊണ്ട്. കാരണം കർത്താവ് അവിടെ പ്രോഗ്രാം ചെയ്ത് സൃഷ്ടികർമ്മം നടത്തുന്ന സ്ഥലമാണ് ഒരു സ്ത്രീയുടെ ശരീരം. അത് കുരുതിക്കളമായാൽ ഏത് രീതിയിലാണെങ്കിലും കുരുതിക്കളമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കപ്പെടില്ല പാപം. അത് ചെയ്ത പുരുഷനും സ്ത്രീയും ഒരുപോലെ ശിക്ഷിക്കപ്പെട്ടേ പറ്റുള്ളൂ. അതങ്ങനെയാണ്. അതുകൊണ്ടല്ലേ കുമ്പസാരത്തിൽ അതിന് പാപമോചനം ഫ്രാൻസിസ് പോപ്പിൻ്റെ കാലഘട്ടം വരെ സഭ കൊടുക്കാതിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം. അപ്പോൾ ശരീരം നല്ല വിശ്വാസം, അതിൽ ദൈവം ഇംപ്ലാന്റ് ചെയ്ത് അവൻ്റെ ഛായയും സാദൃശ്യവുമാണ് വിശ്വാസം. അത് ആദത്തിലേക്ക് കർത്താവ് ഇംപ്ലാന്റ് ചെയ്തു. ഈ ഇംപ്ലാന്റ് ചെയ്തത് ആദത്തിൽ മാത്രം നിലനിൽക്കാനല്ല, അവസാനം ഏറ്റവും ലാസ്റ്റ് ഈ ഭൂമിയിൽ ഇന്ന് ജനിച്ച കുഞ്ഞിൽ വരെ അത് നിൽക്കുകയാണ്. അന്ന് നിക്ഷേപിച്ച ഛായയും സാദൃശ്യവും ഇന്ന് ജനിക്കുന്ന കുഞ്ഞിൽ വരെ വരാനുള്ള അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണത്. ഹല്ലേലൂയ. കർത്താവ് ഒരു കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും എല്ലാത്തിനെയും കൊന്നൊടുക്കി രണ്ടാമത് പുതിയ സൃഷ്ടികർമ്മമൊന്നും നടത്തിയിട്ടില്ല. നോഹയുടെ കാലഘട്ടം വന്നപ്പോഴും പ്രിയപ്പെട്ട ദൈവജനമേ, അതിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തവരിന്നും അതുപോലെ തന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. കർത്താവ് കംപ്ലീറ്റ് മാറ്റിയില്ല. അന്ന് എന്ത് നിക്ഷേപിച്ചുവോ അത് തന്നെ ഇന്നും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവ് അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ ചൈതന്യത്തിന് മാറ്റം വന്നിട്ടില്ല. അവൻ്റെ ഛായയ്ക്കും സാദൃശ്യത്തിനും മാറ്റം വന്നിട്ടില്ല. മനുഷ്യനാണ് മാറ്റം വന്നിരിക്കുന്നത്. മനുഷ്യനെ പാപത്തിലേക്ക് പോയിട്ടുള്ളൂ. അവൻ്റെ ഉള്ളിലുള്ളതിനെ വിശുദ്ധീകരിക്കാൻ കർത്താവ് ശുദ്ധീകരണ സ്ഥലമാകുന്ന പാറാവ് കർത്താവ് തന്നിട്ട് അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടികർമ്മം, അവിടെ കർത്താവ് വീണ്ടും അവനെ സൃഷ്ടിക്കുക, പുനർസൃഷ്ടിക്കുക. പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. അത് നടന്നതിന് ശേഷം അതിനെ അതിൻ്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് ഇങ്ങനെ തരിയും ചെളിയും എല്ലാം മാറ്റി ആദ്യത്തെ അവസ്ഥയിലേക്ക് എത്തിച്ച് കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എന്ന് പറയുന്നത് പ്രകാശമാണെങ്കിൽ ഈ പ്രകാശത്തിൻ്റെ ഓരോ കണികയാണ് എന്നിലും നിങ്ങളിലും ഉള്ളത്. ഹല്ലേലൂയ. ഈ പ്രകാശം, അതാണ് കർത്താവ് പറയുന്നത്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. ഇത് കെട്ടുപോയാൽ ശരീരം മൊത്തം കെട്ടുപോകും. അപ്പോൾ ഈ പ്രകാശം നമ്മളിലേക്ക് തന്നു. ഈ പ്രകാശം തിരിച്ച് ദൈവമെന്ന് പറയുന്ന, പിതാവായ ദൈവമെന്ന് പറയുന്ന നിത്യപ്രകാശത്തിലേക്ക് ഒന്നായി ചേരുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ്, എന്താ പറയുക, നമ്മുടെ ജീവിതം
അതിനോടുള്ള മത്സരങ്ങൾ എല്ലാം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നിത്യപ്രകാശത്തിലേക്ക് ചേരുന്നത് വരെ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപ്രകാശത്തിലേക്ക് ചേരേണ്ടത് വരെ ജീവിക്കണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെയാണ് വിശ്വാസം കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ രോഗം വന്നാൽ എൻ്റെ വിശ്വാസം ക്ഷയിക്കരുത്. എൻ്റെ ശരീരം വസിക്കുന്ന എൻ്റെ ഭവനത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ എൻ്റെ വിശ്വാസം ക്ഷയിക്കരുത്. ഞാൻ പാപം ചെയ്യാതെ മുന്നോട്ട് പോയാൽ എൻ്റെ ആത്മാവാണ് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് എന്നിലുള്ള വിശ്വാസം കൂടുകയും ഞാൻ ഒരു പുതു സൃഷ്ടിയായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പുതു സൃഷ്ടിയായിട്ട് മാറ്റപ്പെടും. ദൈവത്തിൽ പുതു സൃഷ്ടിയായിട്ട് ഞാൻ മാറ്റപ്പെടും. കാരണം അവൻ എന്നെ കൂടുതൽ വിശ്വസിച്ചു. കുമ്പസാരം കഴിയുമ്പോൾ കർത്താവ് നമ്മളെല്ലാവരെയും വിശ്വസിക്കുന്നുണ്ട്. കുമ്പസാരം കഴിഞ്ഞ് ഓരോരുത്തരെയും ദൈവത്തിൻ്റെ വിശ്വാസമാണ്. കാരണം അവനിൽ പാപമില്ല, ദൈവം അവരെ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം ദൈവത്തിന് അവരോടുള്ളത് കൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. കുമ്പസാരിച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ തരപ്പെടും, കിട്ടും. അതങ്ങനെയാണ്. കാരണം ആ സമയത്ത് ദൈവത്തിന് നമ്മളിലുള്ള വിശ്വാസം കൂടുതലാണ്. അല്ലാതെ നമ്മളെന്തോ വലിയ സംഭവമായിട്ടല്ല കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും അതേ പാപം തന്നെ വീണ്ടും ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ കുമ്പസാരിച്ച് കഴിഞ്ഞ ഉടനെ കർത്താവേ എൻ്റെ ഈ ആവശ്യത്തിൽ നീ ഇടപെടണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ കുമ്പസാരിച്ചതിൻ്റെ പരിശുദ്ധി എത്ര ദിവസം നിലനിൽക്കാൻ പറ്റും അത്രയും ദിവസം നിലനിർത്തുക. ആ ചോദിച്ച കാര്യം സാധിച്ചു കിട്ടുന്നവരെ സാധിച്ചു കിട്ടും ഉറപ്പാണ്. കുമ്പസാരിച്ച ഉടനെ പോയി ഭക്ഷണമൊന്നും കഴിക്കരുത്. കുമ്പസാരിച്ച ഉടനെ പോയിട്ട് ഒരു ലോകത്തിൻ്റെ കാര്യങ്ങളും ചെയ്യരുത്. കുമ്പസാരിക്കുന്നുണ്ടെങ്കിൽ കുമ്പസാരിച്ചതിന് ശേഷമുള്ള ടൈം നോക്കിയേ കുമ്പസാരിക്കാൻ പാടുള്ളൂ. കുമ്പസാരിച്ച് കഴിഞ്ഞ ശേഷം ഉടനെ പോയി ഹാർഡ് വർക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ എൻഗേജ്ഡ് ആവരുത്. കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ധ്യാനിക്കാനുള്ള ഒരു 5 മണിക്കൂറെങ്കിലും കിട്ടുമെങ്കിലേ കുമ്പസാരിക്കാൻ പാടുള്ളൂ. ഈ ധ്യാനത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും തമ്പുരാൻ്റെ സന്നിധിയിലിരിക്കാൻ പറ്റണം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കുമ്പസാരിച്ചതിലൂടെ പുതു സൃഷ്ടിയാക്കപ്പെട്ട നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരാൻ നീ ഒരു സമയം അനുവദിക്കണം. ഒരു 4-5 മണിക്കൂറിനുള്ളിലായിരിക്കും നിൻ്റെ ഏതെങ്കിലും സ്പെഷ്യൽ ഇൻറ്റൻഷനിലേക്ക് കർത്താവിൻ്റെ ശക്തി വരുള്ളൂ. കുമ്പസാരിച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയിട്ടുണ്ടോ, അതിലൊരു പാപം ഉണ്ടാവും. ആ പാപം നിങ്ങളെ വീണ്ടും ആ ഒരു എലിജിബിളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ താഴെ ഇറക്കും. അതുകൊണ്ട് കുമ്പസാരിച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഒന്നിലേക്കും എൻഗേജ്ഡ് ആവരുത്. സ്വസ്ഥമായിട്ട് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലോ ദേവാലയത്തിനകത്തോ സ്വസ്ഥമായി ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടും എന്നുറപ്പുള്ള സമയത്ത് മാത്രം നിങ്ങൾ കുമ്പസാരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ കുമ്പസാരിച്ച് നിങ്ങൾ ആ ഒരു ഇരിപ്പ് ഒരു ദിവസം വരെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ദിവസത്തിനുള്ളിൽ നീ അതുവരെ പ്രാർത്ഥിച്ച ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ സ്വർഗം ഇടപെട്ടിട്ടുണ്ടാവും. കാരണം നിന്നിൽ ദൈവത്തിന് വിശ്വാസം കൂടി നിൽക്കുന്ന സമയമാണത്. ഹല്ലേലൂയ. നിന്നിൽ നിൻ്റെ ദൈവമായ കർത്താവിന് വിശ്വാസം കൂടി നിൽക്കുന്ന സമയമാണ്. നീ എന്ത് ചോദിച്ചാലും കിട്ടും, എന്ത് ചോദിച്ചാലും കിട്ടും. തികഞ്ഞ മദ്യപാനിയായിട്ടുള്ള ഒരു അപ്പച്ചൻ എൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവർ ഈ കാര്യം. തികഞ്ഞ മദ്യപാനിയായിട്ടുള്ള ഒരു അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ബ്രദറെ, എനിക്ക് എൻ്റെ മകളുടെ വിവാഹം നടക്കണം, പക്ഷേ എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ അപ്പച്ചൻ എവിടെ ധ്യാനത്തിന് എന്നാലും അപ്പച്ചനോട് പറയും, മദ്യപാനം നിർത്തിയാലേ കർത്താവ് വിവാഹം നടത്തുള്ളൂ എന്നാണ് മെസ്സേജ് കാണിക്കുന്നത്. അതിൽ അപ്പച്ചൻ മദ്യപാനം നിർത്ത്, വട്ടാലച്ഛൻ്റെ അടുത്ത് പോയി എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ തന്നെ പറയാം. അവസാനം പുള്ളിക്ക് മദ്യപാനം നിർത്താൻ ആഗ്രഹമുണ്ട്, 2 ദിവസം നിർത്തുള്ളൂ, പക്ഷെ വീണ്ടും തുടങ്ങും. ആ ടെംപ്റ്റേഷനാണ്. എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് മകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, സൊല്യൂഷൻ ഞാൻ തന്നെ പറയാം. എന്നിട്ട് പറഞ്ഞിട്ട് ഇത് പറയാം. കാരണം എല്ലാ ധ്യാനേന്ദ്രത്തിനും ഒരേ കാര്യം കേട്ടതുകൊണ്ട് ഞാൻ കൂടുതൽ വിളമ്പേണ്ട ആവശ്യം വന്നില്ല. എനിക്ക് മദ്യപാനം നിർത്തി എൻ്റെ മകളുടെ കല്യാണം നടക്കും, പക്ഷേ എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ മകളുടെ കല്യാണം നടക്കണം. ഞാൻ ചെയ്ത തെറ്റിന് അവളെന്തിനാണ് വില കൊടുക്കണേ? അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ചൻ കുമ്പസാരിക്കുമോ? ഞാൻ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കും, പക്ഷേ എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റില്ല. ഞാൻ വീണ്ടും കുമ്പസാരിച്ചിട്ട് വീണ്ടും ഞാനിപ്പോൾ അവൻ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യമാണ് അപ്പച്ചനോട് ഞാൻ പറഞ്ഞത്. അപ്പച്ചൻ കുമ്പസാരിച്ചിട്ട് 3 ദിവസത്തേക്ക് മദ്യപിക്കരുത്. പറ്റുമോ? അത് പറ്റും. 3 ദിവസത്തേക്ക് മദ്യപിക്കരുത്. ഈ 3 ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ദിവ്യഗാനത്തിന് മുമ്പ് ഇരിക്കാൻ പറ്റും. അതും പറ്റും.
ഈ 3 ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കണം. പറ്റുമോ? അതും പറ്റും. കൂടുതൽ ഭക്ഷണം ചെല്ലുന്തോറും അരൂപിയാണ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒത്തിരി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഒത്തിരി അരൂപികളാണ് പ്രവേശിക്കുന്നത്. നന്മയല്ല, വിശപ്പ് കെടുന്നതല്ല, സ്പിരിറ്റാണ്, ഈവിളാണ്. ഭക്ഷണത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ തിന്മയുടെ ശക്തികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. കൂടുതൽ ഫൂഡിയാണോ, കൂടുതൽ അരൂപികളുണ്ടാവും ശരീരത്തിൽ, പോവില്ല. ശരീരത്തെ എപ്പോഴും തോൽപ്പിക്കണം. ഭക്ഷണം കൊടുക്കാതെ ശരീരത്തെ തോൽപ്പിച്ചാൽ ആത്മാവ് ഓജസ്സുറ്റതായിരിക്കും. ശരീരത്തിന് തോന്നുമ്പോൾ വിശക്കുമ്പോൾ അതിനെ തീറ്റി പോറ്റരുത്, അത് നാശത്തിനാണ്. അത് ഞാൻ പറഞ്ഞു, ഒരു നേരം ഭക്ഷണം കഴിക്കണം, 3 ദിവസം ദിവ്യാനത്തിന് മുമ്പിരിക്കാൻ പറഞ്ഞു. അപ്പച്ചനിരുന്നു. ഞാൻ പറഞ്ഞു, ഈ 3 ദിവസം അപ്പച്ചൻ മകളുടെ വിവാഹകാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. സാധാരണ ഞാൻ ഇൻറ്റൻഷൻസ് പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കാറില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവന് 3 ദിവസം, ഈ 3 ദിവസം അദ്ദേഹം ഇരുന്നു. 2ാമത്തെ ദിവസം മോൾക്ക് കല്യാണക്കാര്യം വന്നു. ഹല്ലേലൂയ. 2ാമത്തെ ദിവസം വൈകിട്ട് ആ ചെക്കൻ ഈ പെൺകുട്ടിയെ കാണാൻ വന്നു. 3ാമത്തെ ദിവസം ഈ അപ്പച്ചനെടുത്ത 3ാമത്തെ ദിവസം കല്യാണം ഉറപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3ാമത്തെ ദിവസം വിവാഹം ഉറപ്പിച്ചു. ഇദ്ദേഹം പറയാണ്, അതിനു മുമ്പ് വരെ ഉറപ്പിക്കത്തില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനത് പറഞ്ഞത്, എനിക്ക് ദൈവത്തോടുള്ളതല്ല വിശ്വാസം, ദൈവത്തിന് എന്നോടുള്ളതാണ് വിശ്വാസം. ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ പറ്റണം. ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവൾ ആയിരിക്കണം ദൈവത്തിൻ്റെ മുൻപിൽ. എങ്കിൽ ദൈവം നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഹല്ലേലൂയ. ഈ അപ്പച്ചനെ കൊണ്ട് ദൈവത്തെ ട്രാപ്പിലാക്കി. 3 ദിവസം കൊണ്ട് കല്യാണം ഉറപ്പിച്ചു. ആ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിയുന്നത് വരെ അപ്പച്ചൻ കുടിച്ചില്ല. 6 മാസം വരെ അപ്പച്ചൻ മദ്യപിച്ചില്ല. കല്യാണം ഉറപ്പിച്ചതിൻ്റെ സന്തോഷത്തിൽ സ്വയം പീഡ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ മനുഷ്യൻ കുടിച്ചില്ല. 6ാം മാസം കഴിഞ്ഞ് മോളുടെ വിവാഹം കഴിഞ്ഞു. ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഈ മനുഷ്യൻ വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. വീണ്ടും കടന്നു വന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ പിന്നത്തെ ഇൻറ്റൻഷൻ എന്താണെന്നറിയോ? എനിക്ക് മദ്യപാനം നിർത്തണം, ഇതെന്നെ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പാണ്, എനിക്ക് നിർത്തണം. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കൈവിഷമാണ്, വയറിൽ കിടക്കുന്ന കൈവിഷമാണ്. നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈശോ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഭക്ഷണം കുറക്കണം. ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഭക്ഷണം കുറക്കണം, ഭക്ഷണം കഴിക്കരുത്, ഇതിൻ്റെ ചാർജ് കൂട്ടും. ഞാൻ പറഞ്ഞില്ലേ, പൂജിച്ച വസ്തു ശരീരത്തിലുണ്ടെങ്കിൽ ആ പൂജിച്ച ഏതരൂപിയിലൂടെ പൂജിക്കപ്പെട്ടുവോ അതിനാരാധിക്കാനുള്ള സ്പിരിറ്റ് നമ്മളിൽ നിലനിൽക്കും. അത് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. മദ്യപാനമാണെങ്കിലും ജഡിക പാപമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വിചാരിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ലേ? ഇതാണ് അരൂപി. നിൻ്റെ ജീവിതത്തെ ആർക്കും വേണ്ടാത്ത ജീവിതമാക്കി മാറ്റി തീർക്കുന്നത് വരെ ഇത് അടങ്ങിയിരിക്കത്തില്ല. 1 ലക്ഷ്യസ്ഥാനത്ത് നീ എത്താത്തത് വരെ ഇത് അടങ്ങിയിരിക്കത്തില്ല. സകലരും നിന്നെ വെറുക്കുന്നത് വരെ ഇത് അടങ്ങിയിരിക്കത്തില്ല. ഈ സ്പിരിറ്റ് അങ്ങനെയാണ്. അതുകൊണ്ട് ആവശ്യത്തിന് ജീവൻ നിലനിൽക്കാനുള്ളത് മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. അല്ലാത്തത് എക്സസ് വരുന്നതൊന്നും എടുക്കല്ലേ പ്രിയപ്പെട്ടവരെ. എത്ര ടേസ്റ്റി ആണെങ്കിലും എടുക്കല്ലേ പ്രിയപ്പെട്ടവരെ. ദ്രോഹിക്കത്തേ ഉള്ളൂ ശരീരത്തെ, നന്മയല്ല ദ്രോഹിക്കുകയുള്ളൂ. ഭക്ഷണം ശരീരത്തെ മെച്ചപ്പെടുത്തുകയല്ല, ദ്രോഹിക്കുകയുള്ളൂ. ഇദ്ദേഹത്തോട് ഞാൻ വീണ്ടും പറഞ്ഞു, 3 ദിവസം വിശുദ്ധ കുമ്പസാരം നടത്തി 3 ദിവസം ഒരു നേരം മാത്രം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. ഈ 3 ദിവസം പ്രാർത്ഥിക്കുക, കർത്താവെ, എന്നിൽ കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ മറ്റ് വിഗ്രഹങ്ങളുടെ അരൂപികളെ എന്നിൽ നിന്നും ഈ ദിവസം നീ പുറത്താക്കണം. കാരണം ഞാൻ ഈ 3 ദിവസം പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കപ്പെട്ടവനാണ്. നിനക്ക് സമർപ്പിക്കപ്പെട്ട എന്നെ ഒരു സാത്താനും കീഴ്പ്പെടുത്താൻ നീ അനുവദിക്കരുത്. അതിനുശേഷം അപ്പച്ചൻ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ബന്ധന പ്രവർത്തനം ചെയ്തിട്ടില്ല. അവിടെ വിട്ടുപോട്ടെ സാത്താനെ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പുള്ളിക്ക് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. അനുസരിച്ചു, ലക്ഷ്യം കണ്ടു, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പേരാണ് വിശ്വാസം. ഓക്കെ, ഇതാണ് വിശ്വാസം. ഞാൻ കടന്നു വരുന്ന അതിലേക്കാണ്. ഇതാണ് വിശ്വാസം. നിങ്ങൾ പറയുന്നതല്ല വിശ്വാസം. ദൈവത്തിനോട് നിങ്ങൾക്ക് ഭയങ്കര സംഭവമൊക്കെ ഉണ്ടാവും, ഒരു ഗുണവുമില്ല. അതിനോടൊപ്പം പാപമുള്ളത് കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് കുറയത്തേ ഉള്ളൂ. വിശ്വാസം ദൈവത്തോടുണ്ടെങ്കിൽ അതിനോട് കൂടെ നിങ്ങളിൽ പാപവും ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മാറ്റു കുറവും പാപത്തിൻ്റെ കാഠിന്യം കൂടുതലുമാണ് ദൈവത്തിൽ നിന്നൊരു കാര്യവും നേടിയെടുക്കുക എന്ന് മാത്രമല്ല
ദൈവം നിങ്ങളെ മൈൻഡ് ചെയ്യുക പോലുമില്ല. കാരണം വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണോ എന്നാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റേക്ക്. ഒരു 10 മിനിറ്റ് ബ്രേക്കാണ്. നിങ്ങളൊന്ന് പോയി മുഖമൊക്കെ ഒന്ന് ഫ്രഷാക്കി തിരിച്ചു വരിക. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ.